കോട്ടയം മെഡിക്കൽ കോളേജിലെ മുൻ അധ്യാപകനും ചുരുങ്ങിയ കാലം കൊണ്ട് വൈദ്യശാസ്ത്രത്തെ ജനകീയമാക്കുന്നതിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ഡോക്ടർമാരുടെ ഓൺലൈൻ കൂട്ടായ്മയായ ഇൻഫോ ക്ലിനിക്കിന്റെ സജീവ പ്രവർത്തകനുമാണ് ഡോക്ടർ ജിനേഷ് പി എസ്. ആധുനിക വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകളും ആശങ്കകളും ദൂരീകരിക്കുന്ന കാലിക പ്രസക്തിയുള്ള പ്രഭാഷണമാണ് തുണി നിറച്ച തലയോട്ടികൾ. എല്ലാവർക്കും നമസ്കാരം. ശാസ്ത്രകുതുകികളുടെ ഈ വലിയ വേദിയെ അഭിസംബോധന ചെയ്യാൻ അവസരം നൽകിയതിൽ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. നവംബർ 7 മനോരമ ഓൺലൈനിൽ വന്നൊരു വാർത്ത അധികരിച്ച് ചില വിഷയങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വാർത്ത ഇങ്ങനെയായിരുന്നു: 2ാം പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്തപ്പോൾ തലയോട്ടിക്കുള്ളിൽ നനഞ്ഞ തുണി. അപ്പോൾ ആ വാർത്ത സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ ചർച്ചയായി. ആദ്യത്തെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ തലച്ചോറടക്കം എടുത്ത് നശിപ്പിച്ചു, തെളിവ് നശിപ്പിച്ചു എന്നുള്ള ചർച്ചകൾ. 2, എല്ലാം കച്ചവടവൽക്കരിക്കുന്ന കണ്ണുകളിലൂടെ കാണുന്നതിലൂടെ ഈ തലച്ചോറടക്കം കച്ചവടം ചെയ്തു എന്നുള്ള രീതിയിൽ അവയവദാനം അത് മാഫിയാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ ചർച്ചകൾ. ഈ ചർച്ചകളെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് എന്ന് ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും പലർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പോസ്റ്റ്മോർട്ടം പരിശോധന. അയ്യോ, നിങ്ങളിതൊക്കെ ചെയ്യുമോ? ഈ രക്തം കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവില്ലേ? അപ്പോൾ പോസ്റ്റ്മോർട്ടം പരിശോധന വേണോ? പരമാവധി അത് ഒഴിവാക്കിക്കൂടെ? അങ്ങനെയുള്ള നിരന്തരമായ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആ വാർത്തയിലെ ആദ്യത്തെ വാചകത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. മിക്കവാറും ഇതായിരിക്കും ആ വാർത്ത എഴുതിയ ലേഖകൻ മനസ്സിലായത് ഇതായിരിക്കും. പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്തപ്പോൾ, ആദ്യത്തെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള പരിശോധന ചെയ്തപ്പോൾ തലയോട്ടിക്കുള്ളിൽ തുണിയായിരുന്നു. മരണം, ഞാനും നിങ്ങളും എന്തായാലും അത് നമ്മൾ മരിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ മരണത്തിൽ നമ്മളുടെ ജീവിതം അവസാനിക്കുന്നു. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും വളരെയധികം അബദ്ധധാരണകൾ നമ്മുടെ സമൂഹത്തിൽ കൂടി നിൽപ്പുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് അസുഖം വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ശാസ്ത്രീയം എന്നുള്ള വാക്ക് സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും സയൻറ്റിഫിക് അല്ലാത്ത കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമൂഹത്തിൽപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ. എന്നാൽ ഈ കമ്മ്യൂണിറ്റിയിൽ, ഈ ഇരിക്കുന്ന ഗ്രൂപ്പിൽ അങ്ങനെ ശാസ്ത്രീയമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുണ്ടാവില്ല എന്ന് ഞാൻ ധരിക്കുന്നു. എങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർ പോലും ഒരു അപകടമരണം നടന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം പരിശോധന എങ്ങനെയെങ്കിലും രീതിയിൽ ഒഴിവാക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പലപ്പോഴും ഞങ്ങൾ ആ ചോദ്യം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മരണം നടക്കുന്നു. ആ മരണം നടന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക? ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ മരണത്തിന് തൊട്ടു മുമ്പുള്ള ഒരു സ്റ്റേജിൽ ഒരു അത്യാസന്ന നിലയിലാണ് ഒരു രോഗിയെ നമുക്ക് കാണുന്നതെങ്കിൽ, ഒരു വ്യക്തിയെ കാണുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതിനുള്ള മാനവിക ബോധം, സഹാനുഭൂതി നമുക്കുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും നമ്മളത് ചെയ്യും. നമ്മൾ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് ആ വ്യക്തി മരിക്കുന്നു. അവിടെ എന്താണ് നടപടിക്രമങ്ങൾ? അതിലേക്കാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും നമ്മളേവരും കണ്ടിട്ടുള്ള ഒരു സീനാണ്. ഒരാൾ മരിക്കുന്നു, മരണശേഷം കുറേ ആൾക്കാർ ചർച്ച ചെയ്യുന്നു, എന്ത് ചെയ്യണമെന്നുള്ള ഒരു ധാരണയില്ലാതിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് നിയമവശങ്ങൾ ഇതിലുണ്ട്. കൃത്യമായിട്ട് ഇന്ത്യൻ ഭരണഘടന ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 40 ക്ലോസ് 4 CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ് വ്യക്തമായിട്ട് പറയുന്നു, ഏതെങ്കിലും സാഹചര്യവശാൽ സംശയാസ്പദമായ രീതിയിൽ അല്ലെങ്കിൽ അസ്വാഭാവികമായ രീതിയിലുള്ള മരണങ്ങൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ തിരിച്ചറിയാത്ത ഒരു വ്യക്തിയുടെ മൃതദേഹം നിങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടാൽ, തീർച്ചയായും നിങ്ങൾ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം, അല്ലെങ്കിൽ സമീപത്തുള്ള മജിസ്ട്രേറ്റിനെ അറിയിക്കണം. ഇത് ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ ഭാഗമാണ്. പക്ഷേ പലപ്പോഴും നമ്മളിത് ചെയ്യാറില്ല. നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട്. അതായത് വെള്ളത്തിൽ കൂടി ഒരു മൃതദേഹം ഒഴുകി വരുന്നു. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ നിന്നും എത്രയും പെട്ടെന്ന് അടുത്ത പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലേക്ക് ആ മൃതദേഹം കടന്നാൽ വളരെ സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന പോലീസ് ഓഫീസർ ഉണ്ടെന്നുള്ള കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റെസ്പോൺസിബിലിറ്റി, ഒരു സിറ്റിസൺ എന്നുള്ള ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പലപ്പോഴും മടിയാണ്. അതേസമയം വീട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു. നിയമം ഇതുതന്നെയാണ്. സ്വാഭാവിക മരണങ്ങളല്ലെങ്കിൽ, അസ്വാഭാവികമായ രീതിയിലുള്ള എന്തെങ്കിലും മരണമാണോ എന്ന് സംശയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മരണത്തിൽ സാധാരണഗതിയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ
നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ നിയമപ്രകാരം ബാധ്യസ്ഥരാണ്. സാധാരണ നമ്മൾ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ചെയ്യാതെ വരുമ്പോഴാണ് രണ്ടാമത് അലിഗേഷൻ ഉണ്ടാവുകയും ഒരിക്കൽ ദഹിപ്പിച്ച അല്ലെങ്കിൽ ഒരിക്കൽ അടക്കം ചെയ്ത ശരീരം വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരാശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ ഒരു ശരീരം എത്തുന്നു. ജീവൻ ഉണ്ടായിരുന്ന അവസ്ഥയിൽ കൊണ്ടുപോയി, എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരിച്ചു. നിയമവശമനുസരിച്ച് ആ ഡോക്ടർ ഈ വിവരം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ ബാധ്യസ്ഥനാണ്. അവിടെ സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തീരുമാനിക്കാൻ ആ ഡോക്ടർക്ക് സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ, അതായത് മരിച്ചു കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഏറ്റവും എളുപ്പമുള്ള ഉദാഹരണം ഹൃദയസ്തംഭനം എന്നെടുക്കുക. ഹൃദയസ്തംഭനം വളരെ കോമൺ ആണ്. ഹാർട്ട് അറ്റാക്ക് വളരെ കോമൺ ആണ്. സ്വാഭാവിക മരണങ്ങളിൽ ഏതാണ്ട് 70-80% ഹാർട്ട് അറ്റാക്ക് മൂലമുള്ള മരണങ്ങളാണ്. വീട്ടിൽ നിന്നും ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ നെഞ്ചുവേദനയോട് കൂടി വരുന്നു, ആശുപത്രിയിൽ എത്തുന്നു. പക്ഷേ ആശുപത്രിയിലെത്തി ECG എടുക്കുന്നതിന് മുമ്പ് രോഗി മരിക്കുന്നു. രക്ഷിക്കാൻ സാധിക്കാത്ത സാഹചര്യം, വ്യസനകരമായ സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഡോക്ടറുടെ കടമ എന്നുള്ളത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് ഇത് ഹൃദയസ്തംഭനം മൂലമാണ് മരണം എന്ന് സർട്ടിഫൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് തെളിവില്ല. തെളിവില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ ഒരു ഡോക്ടർ ചെയ്താൽ അത് തെറ്റാണ്, നിയമപരമായും ധാർമ്മികമായും തെറ്റാണ്. ആ സാഹചര്യത്തിൽ ആരാണ് പോസ്റ്റ്മോർട്ടം പരിശോധന വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്? അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഒരു സ്റ്റേഷൻ ഹെഡ് ഓഫീസർ. നമ്മുടെ ഭാഷയിൽ എളുപ്പത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ SI, അദ്ദേഹമാണ് പോസ്റ്റ്മോർട്ടം പരിശോധന വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഒരു രോഗിയുമായി അല്ലെങ്കിൽ ഒരു മൃതദേഹവുമായി ഒരു ആശുപത്രിയിൽ എത്തുമ്പോൾ ആ ആശുപത്രിയിൽ ശരീരം കാണുന്ന ഡോക്ടർക്ക് അതിൽ യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. അദ്ദേഹം അത് അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ചെയ്തില്ലെങ്കിൽ നിയമവിരുദ്ധമാണ്. അതേസമയം കൃത്യമായ മരണകാരണം കണ്ടുപിടിക്കാൻ സാധിക്കാതെ ശരീരം തിരിച്ചു കൊടുത്തു വിട്ടാൽ അതും നിയമവിരുദ്ധമാണ്. പലരും മതപരമായ കാരണങ്ങളാലും വ്യക്തികളുടെ തെറ്റിദ്ധാരണകളാലും പോസ്റ്റ്മോർട്ടം പരിശോധന ഒഴിവാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഇൻക്വസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. എന്തിന്? മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. സ്വാഭാവികം എന്നുള്ളതിന് നമുക്കൊരു ഡെഫിനേഷനുണ്ടോ? സാധാരണ അസുഖങ്ങൾ മൂലമുള്ള മരണമെന്ന് നമുക്ക് ലളിതമായിട്ട് പറയാം. അതായത് അല്ലെങ്കിൽ ഞാനൊരു ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ആശുപത്രിയിൽ അഡ്മിറ്റായി, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് തിരിച്ചറിഞ്ഞു. ഹാർട്ട് അറ്റാക്കാണ്, സ്വാഭാവിക മരണമാണ്. അതേസമയം ഞാൻ വീട്ടിൽ മരിക്കുന്നു, എനിക്ക് മറ്റസുഖങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ വിഷം കഴിച്ചതാവാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണവശാൽ മരിച്ചതാകാം, ചിലപ്പോൾ മർദ്ദനമേറ്റാകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് അസ്വാഭാവിക മരണമെന്ന് പറയേണ്ടി വരുന്നു. നാച്ചുറൽ അല്ലാത്ത, സ്വാഭാവികമല്ലാത്ത എല്ലാ മരണങ്ങളും അസ്വാഭാവികമാണ്. അസ്വാഭാവിക മരണങ്ങളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം: ആക്സിഡൻ്റൽ, സൂയിസൈഡൽ, ഹോമിസൈഡൽ. ആത്മഹത്യ, അപകടമരണങ്ങൾ, കൊലപാതകങ്ങൾ, ഇങ്ങനെ നമുക്ക് തിരിക്കാം. അപ്പോൾ ഈ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നിയമപരമായ നടപടിക്രമങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ആരംഭം എന്ന നിലയിൽ, അതിൻ്റെ തുടക്കം എന്ന നിലയിൽ പോസ്റ്റ്മോർട്ടം പരിശോധന ആവശ്യമാണ്. ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഇതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, ഇതിൻ്റെ ബേസിൽ ഒരു ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നു. എന്തുകൊണ്ട് മരണം സംഭവിച്ചു എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം അന്വേഷിക്കുന്നു. ശരീരത്തിൽ പരിക്കുണ്ടോ എന്ന് നോക്കുന്നു. പരിക്കുകളുണ്ടെങ്കിൽ അത് ഒരു അസോൾട്ട് ആവാൻ, അതല്ലെങ്കിൽ കൊലപാതക ശ്രമമാകാനുള്ള സാധ്യതയുണ്ട്. നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് അല്ലെങ്കിൽ ഒരാളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലായ്മ ചെയ്യാൻ വേറൊരാൾ ശ്രമിച്ചതാണ്, അതിൽ ശിക്ഷ നേടിക്കൊടുക്കേണ്ടതുണ്ട്. ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നു. ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന ആരാണ്? സാധാരണഗതിയിൽ സ്റ്റേഷൻ ഹെഡ് ഓഫീസർ, SI, അല്ലെങ്കിൽ പോലീസിൻ്റെ വിഭാഗത്തിൽ നിന്നും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. പലപ്പോഴും മാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകൾ പോലീസ് ഇൻക്വസ്റ്റ് പോരാ, പെരുമ്പാവൂർ കേസിൽ അങ്ങനെ സംഭവിച്ചു, പോലീസ് ഇൻക്വസ്റ്റ് അല്ലായിരുന്നു വേണ്ടിയിരുന്നത്. വളരെ കൃത്യമായ 5 കാര്യങ്ങൾക്കാണ് മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് വേണം എന്ന് നിയമം മൂലം നിർബന്ധമാക്കിയിരിക്കുന്നത്. 1, പോലീസ് കസ്റ്റഡിയിലുള്ള മരണങ്ങൾ. ഒരു പ്രതി അല്ലെങ്കിൽ കുറ്റാരോപിതനായ ആൾ പോലീസ് കസ്റ്റഡിയിലാണ് അല്ലെങ്കിൽ ജയിലിലാണ്, അവിടെ വെച്ച് മരണം സംഭവിക്കുന്നു. 2, പോലീസ് ഫയറിങ്ങിലുണ്ടാവുന്ന മരണങ്ങൾ. 3, ഡവറി ഡെത്ത് എന്ന് നമ്മൾ പറയുന്നത്, അതായത് വിവാഹത്തിന് ശേഷം 7 വർഷത്തിനകത്തുണ്ടാകുന്ന അസ്വാഭാവിക മരണങ്ങൾ. അത് പോലീസ് ഇൻക്വസ്റ്റ് പോരാ, അത് മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് തന്നെ വേണം. മാനസിക ആരോഗ്യ വിഭാഗം ആശുപത്രികളിൽ അഡ്മിറ്റായിരിക്കുന്ന മാനസിക രോഗികളുടെ മരണം മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് തന്നെ വേണം. പിന്നുള്ളത് എക്സുമേഷൻ. നമ്മളിപ്പോൾ ആദ്യത്തെ പ്രസൻറ്റേഷനിൽ തുണി നിറച്ച തലയോട്ടി എന്ന് പറഞ്ഞ ഹെഡിങ് എന്തുകൊണ്ട് വന്നു?
ഒരിക്കൽ പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്ത് അല്ലെങ്കിൽ മരണം സംഭവിച്ചതിന് ശേഷം നമ്മൾ ശരീരം അടക്കം ചെയ്തിട്ടോ അല്ലെ ദഹിപ്പിച്ചിട്ടോ അങ്ങനെയുള്ള ശരീരഭാഗങ്ങൾ കുഴിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യുക. ഇത്രയും 5 കാര്യങ്ങൾക്ക് മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് തന്നെ വേണം. മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ചില കാര്യങ്ങളിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആകും, അത് കസ്റ്റഡി മരണം പോലുള്ള കാര്യങ്ങളിലും. അപ്പോൾ ഇതല്ലാത്ത ഈ 5 അല്ലാത്ത വേറെ ഏത് മരണങ്ങളിലും പോലീസ് ഇൻക്വസ്റ്റ് മതിയെങ്കിൽ പോലും മജിസ്ട്രേറ്റിന് ഇൻക്വസ്റ്റ് ചെയ്യാം. കാരണം മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് പോലീസ് ഇൻക്വസ്റ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതും കുറച്ചുകൂടെ ആധികാരികവുമാണ് എന്ന് നമ്മൾ കരുതുന്നു. കാരണം അന്വേഷണത്തിൻ്റെ ഭാഗമല്ലാത്ത മറ്റൊരു വ്യക്തി, മജിസ്റ്റീരിയലായിട്ടുള്ള ഒരാൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നു, മരണകാരണത്തിലേക്ക് പ്രാഥമിക വിവരങ്ങൾ അന്വേഷിക്കുന്നു. ഈ സ്റ്റെപ്പ് കഴിഞ്ഞാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഞങ്ങളുടെ അടുത്ത് വരുന്നത്, ഞങ്ങൾക്ക് ശരീരം ഒരു ഫോറൻസിക് സർജൻ അല്ലെങ്കിൽ ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ എന്നുള്ള നിലയിൽ മൃതശരീരം നമുക്ക് കൈമാറുന്നത് പോലീസാണ്. KPF 102 എന്ന അപേക്ഷാ ഫോറത്തിൽ പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റോ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട അപേക്ഷ, ആ അപേക്ഷയിന്മേൽ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുന്നു. ഫസ്റ്റ് നമ്മൾ ഏത് കാര്യത്തിലും ചെയ്യുന്നത് പോലെ വിശദമായ രീതിയിലുള്ള അന്വേഷണം, നമുക്ക് എന്ത് സാഹചര്യമുണ്ട്, ആ സാഹചര്യവശാൽ മരണം എങ്ങനെ നടന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനുമായിട്ട് ഒരു സംവദിക്കുന്നു. എന്താണ് അവരുടെ സംശയങ്ങൾ, അല്ലെ ഏതൊക്കെ ഡയറക്ഷനിൽ ആവാം, പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിലുള്ള തെളിവുകൾ ശേഖരിക്കണം. ഈ കാര്യങ്ങൾ ഒരു പ്രിലിമിനറി ചർച്ചയാക്കുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം പോലീസ് ഉദ്യോഗസ്ഥൻ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർക്ക് കൈമാറുന്നു, പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് മാറ്റുന്നു. ഇതാണ് പ്രൊസീജിയർ. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള ചിത്രീകരണങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. റിയൽ ലൈഫ് ഫോട്ടോസ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് നിയമവിരുദ്ധമാണ്, അങ്ങനെ ചെയ്യുന്നത് അധാർമികമാണ്, അത് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്, അത് കണ്ടാൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്, അതുകൊണ്ടും അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പലപ്പോഴും ഈ 1ാം വർഷം നമ്മൾ MBBSന് ജോയിൻ ചെയ്യുമല്ലോ, ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി 3 സബ്ജക്റ്റുകളാണ് 1ാം വർഷത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അനാട്ടമിയിൽ നമ്മൾ 2ാമത്തെ ദിവസം നമ്മൾ കടാവർ ഡിസക്ഷൻ റൂമിലേക്ക് കയറും. അപ്പോൾ എൻ്റെ ബാച്ചിൽ ഞങ്ങൾ 100 പേരുടെ ബാച്ചാണ്, 98 ഞാൻ അഡ്മിഷൻ എടുക്കുന്നത്. കയറുന്നു, അപ്പോൾ ഈ ഫോർമാലിൻ്റെ ഗന്ധം വരുന്നു. ആദ്യം വളരെ സ്പീഡിൽ കയറിപ്പോയ ആൾ അങ്ങ് തലകറങ്ങുന്നു, വീഴുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യം നേരിൽ കണ്ടിട്ടുണ്ട്. എല്ലാവരും അല്ല, കുറച്ച് പേർ. അത്ര നമ്പർ കുറവല്ല, 1-2 അല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമേ ഡിസെക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ കയ്യ്, കാല്, അങ്ങനെ ഓരോ മസിലുകളും ഓരോ രക്തക്കുഴലുകളും ഓരോ നാഡികളും നമ്മൾ ഡിസെക്റ്റ് ചെയ്ത് പഠിക്കുവാണ് അനാട്ടമിയിൽ. അപ്പം ഇതിൻ്റെ ഓരോ സ്റ്റേജിലും ആദ്യത്തെ ഒരു മാസം ഇതൊരു കാഴ്ചയായിരുന്നു. പിന്നെ തലകറങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞു, 1 മാസം കഴിഞ്ഞപ്പോൾ ആരും കറങ്ങിയിട്ടില്ല. അപ്പോൾ അതുപോലൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം ആരംഭിക്കുകയാണ്. ശരീരം വരുന്നു, ടേബിളിൽ കിടക്കുന്നു. ടേബിളൊക്കെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയല്ല, ശരിക്കും കുറച്ചുകൂടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ടേബിളിൽ വരുന്ന നമ്മൾ വളരെ വിശദമായിട്ട് പരിശോധിക്കുന്നു. അസ്വാഭാവിക മരണങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പരിക്കുകളുണ്ടോ എന്നുള്ളതാണ്. കാരണം കൊലപാതക ശ്രമം എന്നുള്ളത് നമുക്ക് ഏത് ശരീരത്തിൻ്റെ ഏത് പോസ്റ്റ്മോർട്ടം പരിശോധനയിലും നമ്മൾ ആ ഒരു ആംഗിൾ മനസ്സിൽ വെക്കണം. പരിക്കുകൾ ശരീരത്തിലുണ്ടോ എന്ന് വിശദമായിട്ട് പരിശോധിക്കണം. അത് തല മുതൽ കാല് വരെ, എല്ലാ എക്സ്റ്റേണലായിട്ട് ഒരു ചെറിയ ഉരവൽ മുതൽ ഏറ്റവും വലിയ ചതവുകളോ ഒടിവുകളോ പോലുള്ള എല്ലാം നമ്മൾ പരിശോധിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അത് നമ്മൾ ചെയ്തതിന് ശേഷം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഡിസെക്ഷൻ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഈ പ്രസൻറ്റേഷൻ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ പറയണം, നമുക്ക് വേറൊരു രീതിയിലേക്ക് മാറ്റാം. അപ്പോൾ ഡിസെക്ഷൻ നമ്മൾ ആരംഭിക്കുന്നത് കീഴ്ത്താടി മുതൽ പ്യൂബിക് സിംഫൈസിസ് വരെ, അതായത് ഇടുപ്പെല്ലിൻ്റെ മുൻഭാഗം വരെ ഒരു ഇൻസിഷൻ ഇടുന്നു. നമ്മൾ സർജറി ചെയ്യുന്ന നൈഫ് ഉണ്ടല്ലോ, നമ്മൾ സർജറി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ബ്ലേഡുകൾ, ഉപകരണങ്ങൾ, അത് തന്നെയാണ് ഉപകരണങ്ങൾ. ഇൻസിഷൻ ഇട്ടതിന് ശേഷം 2 വശത്തേക്കായിട്ട് ഈ മാംസപേശികൾ, ശരീരത്തിൻ്റെ മുൻഭാഗത്തുള്ള മാംസപേശികൾ മാറ്റുന്നു. ഇതിൽ ബുദ്ധിമുട്ടുണ്ടായ ചിലരുടെ മുഖത്തെ എക്സ്പ്രഷൻ എനിക്ക് കുറച്ച് വ്യസനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ പേര് അറിയുന്നതിൽ തെറ്റില്ല. മാത്രമല്ല, പല തെറ്റിദ്ധാരണകളും നാളെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ ഒഴിവാക്കാനും കുറച്ചുകൂടെ മനസ്സിലാക്കലുകൾ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ചിലപ്പോൾ അരോചകമാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ട് ഈ പ്രസൻറ്റേഷനിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ 2 വശത്തിലേക്ക് നമ്മൾ ഫ്ലാപ്പായിട്ട് മാറ്റുന്നു. നമ്മുടെ ത്വക്ക്, അതിൻ്റെ അടിയിലുള്ള മസിലുകളെല്ലാം 2 വശത്തേക്ക് മാറ്റുന്നു. മാറ്റിയതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ, നമ്മുടെ റിബ്, പിന്നെ സ്റ്റേണം എന്ന് വെച്ചാൽ നെഞ്ചിൻ്റെ മുൻഭാഗത്തുള്ള അസ്ഥി, വലിയൊരു വീതിയുള്ള അസ്ഥി നമുക്ക് കാണാം, ഫ്ലാറ്റ് ബോണാണ്. വാരിയെല്ലുകൾ നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ
വയറിലുള്ള എല്ലാ അവയവങ്ങളും നമുക്ക് കാണാം. അവയവങ്ങളുടെ പേര് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കരൾ കാണാം, കുടൽ കാണാം, ആമാശയം കാണാം, ചെറുകുടൽ, വൻകുടൽ, വൃക്കകൾ എല്ലാം നമ്മൾ കാണുന്നു. ഈ കാണുന്നതിലെല്ലാം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ നോക്കുമ്പം നമ്മൾ ആദ്യമേ തന്നെ അബ്ഡോമിനൽ ക്യാവിറ്റി തുറക്കുന്നു. അപ്പം ആ വയറിൻ്റെ അറയ്ക്കുള്ളിൽ രക്തമുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ വെള്ളം കെട്ടിക്കിടപ്പുണ്ടോ, ഇതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള മരണരീതികളുണ്ടെങ്കിൽ, അത് അസുഖം മൂലമായിക്കോട്ടെ അല്ലെങ്കിൽ പരിക്ക് മൂലമായിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ വാരിയെല്ലുകളിൽ ഒടിവുണ്ടോ, ചതവുകളുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷമുള്ള സ്റ്റെപ്പ് നമ്മൾ ഈ ആദ്യമേ പറഞ്ഞല്ലോ, ഇൻസെഷൻ ഇട്ടല്ലോ. ഇൻസെഷൻ ഇട്ടിട്ട് ആ വാരിയെല്ലുകൾ നമ്മൾ മുറിക്കുന്നു. 2 ഭാഗത്ത് നിന്ന് മുറിച്ചിട്ട് നെഞ്ചെല്ല്, സ്റ്റേണം നമ്മളെടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പിക്ചറിൽ നാക്കിൻ്റെ അടിഭാഗം തൊട്ട് വൻകുടൽ വരെ, അല്ലെങ്കിൽ നമുക്ക് റെക്റ്റം വരെയുള്ള ഒരു ഭാഗം ഒരൊറ്റ ബ്ലോക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഏതാണ്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ. ഇത് സാധാരണഗതിയിൽ നമ്മൾ അതേ രീതിയിൽ ഒരു ഡിസെക്ഷനിലൂടെ നമ്മൾ സർജിക്കലി എന്താണോ ചെയ്യുന്നത് അതുപോലെ ഈ നാക്ക് മുതൽ നമ്മൾ ഈ പറഞ്ഞ ഭാഗം വരെയുള്ള ഇത്രയും ഭാഗം ശരീരത്തിൽ നിന്നും വേർപെടുത്തി പുറത്തോട്ടെടുക്കുന്നു. ഇതാണ് ആന്തര അവയവ പരിശോധനയുടെ, പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കിടയിലുള്ള ആന്തര അവയവ പരിശോധനയുടെ ആദ്യത്തെ ഘട്ടം. അപ്പോൾ നമുക്കറിയാം ഈ ആന്തരാവയവങ്ങളെല്ലാം ഉണ്ട്. ഈ ആന്തരാവയവങ്ങളിലെല്ലാമുള്ള അസുഖ സാധ്യതകൾ, കണ്ടെത്താൻ സാധ്യതയുള്ള അസുഖങ്ങൾ, പരിക്കുകൾ, വിഷം കഴിച്ചത് മൂലമുള്ള എന്തെങ്കിലും തെളിവുകൾ അല്ലെങ്കിൽ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. ഇതെല്ലാം നമ്മൾ പരിശോധിക്കുന്നു. ഇപ്പം ഈ കാണിച്ചിരിക്കുന്ന ശ്വാസകോശത്തിൻ്റെ ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശ്വാസനാളിയിൽ പഴം കുടുങ്ങിയ ഒരു പോസ്റ്റ്മോർട്ടം പരിശോധന ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിയായിരുന്നു. ഒരു 2 വർഷം മുമ്പാണ് ചെറുപഴം ശ്വാസനാളിയുടെ ആരംഭഭാഗത്ത്, ട്രക്കിയുടെ ആരംഭഭാഗത്ത് കുടുങ്ങിപ്പോയി ശ്വാസം കിട്ടാതെ മരിച്ചു. അപ്പോൾ ആ മരണകാരണം നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഒരു ഡോക്ടർ ഒരു കഫേ കൊറോണറി മൂലം ശ്വാസനാളിയിൽ ഫോറിൻ ബോഡി കുടുങ്ങിയത് മൂലം മരിച്ച വാർത്ത വളരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതുപോലുള്ള കാരണങ്ങൾ മനസ്സിലാകും. പിന്നെ നേരെ ശ്വാസകോശത്തിലേക്ക് വരുമ്പം നമ്മൾ ഈ ചിത്രത്തിൽ ഇങ്ങനെയാണെങ്കിൽ പോലും ശ്വാസകോശം പല തലത്തിൽ ഫോറിൻ ബോഡി അതിനകത്തുണ്ടോ, ശ്വാസനാളിയുടെ അഗ്രങ്ങളിൽ ഫോറിൻ ബോഡി ഉണ്ടോ, അങ്ങനെ മരണകാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ TB ക്ഷയമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നു. ശേഷം ഇത് ഹൃദയമാണ് അല്ലേ, നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം. ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്വാഭാവിക മരണങ്ങൾ ഉണ്ടാവുന്നത് ഹാർട്ട് അറ്റാക്കാണ്, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടാണെന്ന് പറഞ്ഞു. ഹൃദയത്തിന് ക്ഷതങ്ങളുണ്ടാവാം, പരിക്കുകളുണ്ടാവാം, അതുമൂലം മരണങ്ങളുണ്ടാവാം, അസോൾട്ട് മൂലം ഉണ്ടാകാം. അല്ലാതെ ഹാർട്ട് അറ്റാക്ക്, പിന്നെ ഹൃദയത്തിൻ്റെ തന്നെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, മയോകാർഡൈറ്റിസ്, പെരിക്കാർഡൈറ്റിസ്, അങ്ങനെ കാര്യങ്ങൾ കൊണ്ട് മരണം സംഭവിക്കാം. പിന്നെ പെരിക്കാർഡിയൽ ടാമ്പണൈഡ്, ഹൃദയത്തിൻ്റെ മാംസപേശികൾ പൊട്ടി രക്തം പുറത്തോട്ട് വന്ന്, ഹൃദയം ഒരു ക്യാവിറ്റിക്കകത്താണ്, പെരിക്കാർഡി എന്ന് പറയുന്ന ഒരു ക്യാവിറ്റിയിലാണ്. ആ ക്യാവിറ്റിയിൽ രക്തം നിറഞ്ഞതിന് ശേഷം ഹൃദയത്തിന് വികസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു, അങ്ങനെ മരണമുണ്ടാകും. നിരവധി കാരണങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ലളിതമായിട്ട് ഞാൻ പറയാം, ഒത്തിരി വസ്തുതകൾ വിശദമാക്കേണ്ടതുണ്ട്. അങ്ങനെ ശാസ്ത്രീയമായി ആഴത്തിലേക്ക് കടക്കുന്നില്ല എങ്കിൽ പോലും ഹൃദയത്തിലെ മാംസപേശികൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ രക്തം കിട്ടാതിരിക്കുകയും ഹൃദയത്തിൻ്റെ മാംസപേശികൾക്ക് രക്തം നൽകുന്ന ചെറിയ രക്തക്കുഴലുകൾ, നമ്മൾ കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്ന ആ രക്തക്കുഴൽ അടഞ്ഞു പോവുകയും ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്, ഹൃദയസ്തംഭനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ചെറിയ വരകൾ, കറുത്ത വരകൾ ഈ ഹാർട്ടിൽ കാണാം. ഹാർട്ട് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ഡിസെക്റ്റ് ചെയ്യുകയും ഈ ചെറിയ ബ്ലഡ് വെസലുകൾ, ഓരോ ബ്ലഡ് വെസലും ഒരു 0.2 മില്ലിമീറ്റർ അല്ലെങ്കിൽ 0.2 സെൻറ്റിമീറ്റർ, അതായത് ഒരു 2 മില്ലിമീറ്റർ ഇൻ്റർവെല്ലിൽ മുറിച്ച് നോക്കുകയും ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു, ഡിസെക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഡിസെക്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മരണകാരണമാണ്, ഹാർട്ട് അറ്റാക്കാണ്. ചിലപ്പോൾ ബ്ലോക്ക് വേണമെന്നില്ല. ബ്ലോക്ക് മീൻസ് ത്രോംബസ് ആവാം. ത്രോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം കട്ട പിടിച്ച് ബ്ലോക്ക് ആവുന്നത്. ചിലപ്പോൾ അത്രോമേറ്റസ് തിക്കനിങ് ആവാം. ഈ രക്തക്കുഴലിൻ്റെ ഭാഗം, അതായത് രക്തക്കുഴലിൻ്റെ ഉൾവശം കട്ടി പിടിച്ച് അടഞ്ഞു പോകുന്നു. ഇങ്ങനെ ഏത് രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ആവാം. ചിലപ്പോൾ ഇതിൻ്റെ വലിപ്പം കുറഞ്ഞു പോകുന്നതുകൊണ്ട്, ഹൈപ്പോപ്ലാസ്റ്റിക് ആയിട്ടുള്ള കൊറോണറി ആർട്ടറി ഉള്ളതുകൊണ്ട് മരണകാരണം ഉണ്ടാകാം. ചിലപ്പോൾ ഹാർട്ട് വളരെ വലുതായി, അത്രയും വലിയൊരു ഹാർട്ടിന് പ്രവർത്തിക്കാൻ ആവശ്യമായ രീതിയിൽ സർക്കുലേഷൻ ഇല്ലെങ്കിൽ മരണകാരണമാവാം. ഇതെല്ലാം വിശദമായിട്ട് പരിശോധിക്കും. ഞാൻ ഏകദേശം ഒരു ഔട്ട്ലൈൻ തരിക മാത്രമാണ് ചെയ്യുന്നത്. കരളിൻ്റെ ചിത്രമാണെന്നറിയാം. ഇതുപോലെ തന്നെ നമ്മൾ എന്താണോ ഹാർട്ടിൽ ചെയ്തത് അതുപോലെ തന്നെ കരളിൻ്റെ
ടെക്സ്ചർ അല്ലെങ്കിൽ കരൾ നമ്മൾ എടുക്കുന്നു. ആ കരളിനെ ഡിസെക്റ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് മരണകാരണമാകാവുന്ന എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ചിലപ്പോൾ വലിയൊരു സിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ സിറോസിസ് ഉണ്ട്. സിറോസിസ് വന്ന് ഫൈബ്രോസിസ് ആയിട്ട് വളരെ ശോഷിച്ചു പോയിരിക്കുന്നു, കരളിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, വയറിൽ വെള്ളം കെട്ടി നിൽക്കുന്നു, സിറോസിസ് മൂലമുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ മരണകാരണം അതാണ്. അങ്ങനെയുള്ള പരിശോധനകൾ നടത്തുന്നു. ചിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വൃക്കുകളുടെ ചിത്രമാണ്. യൂറിനറി ബ്ലാഡർ ഉണ്ട്. വൃക്കുകളിൽ ഇതുപോലെ തന്നെ സംഭവിക്കാവുന്നതാണ്. വൃക്കുകൾ 100% പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ മരണം സംഭവിക്കാം. അപ്പോൾ വൃക്കുകൾ നമ്മൾ ശേഖരിച്ച് പുറത്തെടുത്ത വൃക്കുകൾ ഡിസെക്റ്റ് ചെയ്തതിന് ശേഷം അതിന് മരണകാരണമാകാവുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഇതുപോലെ തന്നെ എല്ലാ അവയവങ്ങളും യൂട്രസാണ്. യൂട്രസിലിപ്പം യൂട്രസിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഗർഭിണികളായിട്ടുള്ള ആൾക്കാർ മരിക്കുമ്പോൾ യൂട്രസിൽ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യതയുണ്ടോ, പ്രഗ്നൻ്റ് ആയിട്ട് അതിനകത്ത് ഭ്രൂണമുണ്ടെങ്കിൽ ഭ്രൂണത്തിൻ്റെ പ്രായം എത്രയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ചോദ്യങ്ങൾ, അന്വേഷണത്തെ പലപ്പോഴും സഹായിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ. ചിലപ്പോൾ DNA പരിശോധനയ്ക്ക് അടക്കം സാമ്പിളുകൾ ശേഖരിക്കേണ്ട അവസ്ഥയുണ്ടാവാം. അങ്ങനെ പരിശോധനകൾ മുമ്പോട്ട് പോകുന്നു. ഇത്രയും പരിശോധനയ്ക്ക് ശേഷം നമ്മൾ ആദ്യം പറഞ്ഞ ഈ തലയോട്ടിയിൽ എങ്ങനെ തുണി നിറച്ചു എന്നുള്ളതോടെ അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ചെവിയിൽ നിന്ന് ഈ ചെവിയിലേക്ക് 2 ചെവിയുടെ മുകളിലേക്കും പോകുന്ന രീതിയിൽ ഒരു ഇൻസെഷൻ ഇടുന്നു. നമ്മൾ ആദ്യം കാണിച്ചതുപോലെ തന്നെ ഒരു ഇൻസെഷൻ ഇടുന്നു. എന്നിട്ട് സ്കാൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ തലയോട്ടിക്ക് മുകളിലുള്ള കട്ടിയേറിയ ത്വക്ക് മുടിയോടടക്കം 2 ഭാഗത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു, മുമ്പോട്ടും പുറകോട്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇത് ഹാനിബാൾ എന്ന ചിത്രത്തിൽ കുറച്ച് കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പോൾ നമുക്ക് തലയോട്ടി കാണാം. തലയോട്ടി നമ്മൾ 2ആയിട്ട് ആ തലയോട്ടിയുടെ മുകൾ ഭാഗം നമ്മൾ പുറത്തോട്ട് എടുക്കുന്നു. അത് പല മെത്തേഡുണ്ട്. നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത് ക്രൂഡ് മെത്തേഡാണ്. അതായത് ഉളിയും ചുറ്റികയും വെച്ചിട്ട് നമ്മൾ പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനല്ല ചെയ്യേണ്ടത്. ശരിക്കും ചെയ്യേണ്ടത് ഇലക്ട്രിക് സോ പോലുള്ള ഉപകരണങ്ങളിലൂടെ. ഇത് നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ കൂടുതൽ വളരെയധികം വളർച്ച പ്രാപിക്കേണ്ട ഒരു സയൻസിൻ്റെ ഭാഗമാണ്, അല്ലെ ആ സയൻസിൻ്റെ ഒരു വിഭാഗമാണ് ഫോറൻസിക് മെഡിസിൻ. പക്ഷേ ഇപ്പോഴും നമ്മൾ കുറച്ച് കാലഘട്ടം പുറകിലാണ് കേരളത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം പരിശോധന തന്നെ വിദേശ രാജ്യങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതി തന്നെ മാറിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. അത് ഞാൻ അവസാനം ഒരു സെൻറ്റൻസ് പറഞ്ഞ് നിർത്താം. അപ്പോൾ നമ്മൾ എങ്ങനെയും തലയോട്ടിയുടെ ആ മുകൾ ഭാഗം നമ്മൾ റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്തതിന് ശേഷം തലച്ചോറ് പുറത്തെടുക്കുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അവയവമാണ്. നമ്മൾ കാണുന്നത് പോലല്ലേ തലച്ചോറ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചോറിൻ്റെ കൺസിസ്റ്റൻസി വേണമെങ്കിൽ കണക്കാക്കാം, നിറവും. അപ്പം വലിയ കൺഫ്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാം. അത് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡിസെക്റ്റ് ചെയ്യുന്നു. അതായത് തിരശ്ചീനമായിട്ട് ലംബമായിട്ട് പല ഡിസെക്ഷൻ നടത്തി അതിലേതെങ്കിലും മരണകാരണം ഉണ്ടാകാമെന്ന് പരിശോധിക്കുന്നു. ഇപ്പോൾ പുറത്തുനിന്ന് തന്നെ നമുക്ക് നോക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൽ പഴുപ്പ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ മെനിഞ്ചൈറ്റിസിനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കാം. രണ്ടാമത് ഒരു ട്യൂമർ എന്തെങ്കിലും വളർച്ച പ്രാപിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഹെമറേജുകൾ ചുറ്റുമുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ തലയോട്ടിക്ക് പൊട്ടലുണ്ടാവുകയും അതിൻ്റെ മുറിവുകളകത്തുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ വിശദമായിട്ട് നോക്കുന്നു. അതുപോലെ പല തലത്തിൽ ഡിസെക്റ്റ് ചെയ്ത് ട്യൂമറുകളോ എന്തെങ്കിലും വളർച്ചയോ അങ്ങനെ എല്ലാ രീതിയിലും പരിശോധിക്കുന്നു. അപ്പോൾ ഈ പരിശോധന കഴിഞ്ഞ് ബ്രെയിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സോഫ്റ്റായിട്ടുള്ള ഒരു അവയവം പല പരിശോധനകൾക്ക് ശേഷം ഒരു ഫ്ലാറ്റായിട്ട് എന്താ പറയുക ഒരു തുണിയൊക്കെ പോലുള്ള ഒരു അല്ലെങ്കിൽ ഒരു കുറച്ച് ചോറ് ഒരു ഇരിക്കുന്നത് പോലുള്ളൊരു അവസ്ഥയാണ്. അത് തിരിച്ച് ഹാർഡല്ല. അത് തിരിച്ച് അതേ അവസ്ഥയിലേക്ക് ആക്കാൻ പറ്റില്ല. ഈ ബ്രെയിൻ്റെ ഈ ഇനിഷ്യൽ സ്റ്റേജിലേക്ക് തിരിച്ച് ഡിസെക്റ്റ് ചെയ്തതിന് ശേഷം ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ ആ പറഞ്ഞ ഭാഗങ്ങൾ മാത്രമല്ല, പാൻക്രിയാസ് ആഗ്നേയ ഗ്രന്ഥി പരിശോധിക്കും, അഡ്രീനൽ ഗ്ലാൻഡ്, ചെറുകുടലും വൻകുടലും ആസകലം പരിശോധിക്കും. ഇതെല്ലാം പരിശോധനയ്ക്ക് ശേഷം ഇതെല്ലാം നമ്മൾ ഈ കീഴ്ത്താടി മുതൽ ഇടുപ്പല്ലിൻ്റെ മുൻഭാഗം വരെയുള്ള ആ തുറന്ന ക്യാവിറ്റി ഉണ്ട്. ഡയഫ്രം കട്ട് ചെയ്യുമ്പോൾ അതൊരൊറ്റ ക്യാവിറ്റിയാണ്. നമുക്കൊരു വലിയ ടാങ്ക് പോലെ ഇത്രയും പൊക്കമുള്ള ഒരു ടാങ്ക് പോലെ നമുക്ക് കണക്കാക്കാം. ആ ക്യാവിറ്റിയിലേക്ക് നിക്ഷേപിക്കുന്നു, ശരീരത്തിലേക്ക് നിക്ഷേപിക്കുന്നു. അതിൽ ബ്രെയിൻ അടക്കമുള്ള എല്ലാം എന്തൊക്കെയാണോ നമ്മൾ പരിശോധനയ്ക്കായിട്ട് പുറത്തെടുത്തത് ഈ അവയവങ്ങളെല്ലാം തിരിച്ച് നിക്ഷേപിക്കുന്നു. ചില വ്യത്യാസങ്ങളുണ്ട്, അത് ഈ ഭാഗം കൂടെ പറഞ്ഞതിന് ശേഷം പറയാം. അതിനുശേഷം നട്ടെല്ലിന് പരിക്കുണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സുഷുപ്നയ്ക്ക് സ്പൈനൽ കോഡിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കരുതുന്നിരിക്കട്ടെ. പുറം ഭാഗം ഈ രീതിയിൽ ഡിസെക്റ്റ് ചെയ്യുന്നു, ഒരു ഇൻസെഷൻ ഇടുന്നു. അതിനുശേഷം എന്താണോ മുമ്പിൽ ചെയ്തത് അതുപോലെ തന്നെ 2 വശവും അകർത്തി നട്ടെല്ല് പരിശോധിച്ച് സുഷുപ്ന പുറത്തെടുത്ത് അതിനകത്ത് എന്തെങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലുള്ള മരണകാരണമാകാവുന്ന കാരണങ്ങളോ അസുഖങ്ങൾക്കുള്ള ലക്ഷണങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഇതാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇത്രയും പരിശോധന കൊണ്ട് തന്നെ മരണകാരണം നമുക്ക് ലഭിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു ഇൻക്വസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സംശയം നമുക്ക് മനസ്സിലാവും. എന്നാൽ ചിലപ്പോൾ ഇത്രയും പരിശോധന ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മരണകാരണത്തിലെത്താൻ സാധിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സംശയിക്കാത്ത ഏതെങ്കിലും രീതിയിലുള്ള വിഷം ശരീരത്തിൽ കടന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് ശരീരത്തിൽ നിന്നും രക്തം, മൂത്രം, ഇത് രണ്ടും ഏതാണ്ട് ഒരു 30 മില്ലി 35 മില്ലി അല്ലെങ്കിൽ 40 മില്ലി അത്രയൊക്കെ കളക്ട് ചെയ്യുന്നു. അതോടൊപ്പം കരളിൻ്റെ ഭാഗങ്ങൾ,
എന്താ പറയുക, കുറച്ച് ഒരു 500 അല്ലെങ്കിൽ ½ kg എന്ന് നമുക്ക് പറയാം, അര കിലോ. ഓരോ വൃക്കകളുടെയും പകുതി ഇത്രയും ശേഖരിച്ച് കെമിക്കൽ അനാലിസിസ് ലാബിലേക്ക് അയക്കുന്നു രാസപരിശോധനയ്ക്കായിട്ട്. പലപ്പോഴും നമുക്ക് കാണാമല്ലോ, മരണകാരണം വ്യക്തമായിട്ടില്ല, രാസപരിശോധനാ ഫലം വന്നതിന് ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അറിയിച്ചു, സംശയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാർത്തകൾ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്ന പരിശോധനയിലൂടെ മരണകാരണം കണ്ടെത്താനാവാതെ വരുന്ന സാഹചര്യത്തിൽ രാസപരിശോധനയ്ക്കായിട്ട് ഇത്രയും സാമ്പിളുകൾ ശേഖരിക്കുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൂടുതൽ സാമ്പിളും ശേഖരിക്കണം. അതായത് ഇപ്പം ഒരു ആശുപത്രിയിൽ ഉണ്ടാകുന്ന മരണമാണെന്നിരിക്കട്ടെ, ഒരു സർജറിക്കിടയിലാണെന്നിരിക്കട്ടെ, അനസ്തീഷ്യ കൊടുത്തതിൻ്റെ പ്രശ്നമാണോ എന്നറിയാനായിട്ട് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നമ്മൾ കളക്ട് ചെയ്യണം. അത് നമുക്ക് ഇൻക്വസ്റ്റ് കിട്ടുമ്പോൾ നമുക്കൊരു ഏകദേശ ധാരണ കിട്ടും. ആ ഹിസ്റ്ററി അനുസരിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ബ്ലൈൻഡായിട്ട് എല്ലാ കേസിലും നമുക്ക് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എടുക്കേണ്ട കാര്യമില്ല, CSF എടുക്കേണ്ട കാര്യമില്ല. എടുക്കാൻ ബുദ്ധിമുട്ടുമാണ്, ഒത്തിരി ഡിലേ ആകുന്നതാണ്. ഇപ്പോൾ സ്പൈനൽ കോഡിൻ്റെ ഡിസെക്ഷൻ തന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല. കാരണം ഏതാണ്ട് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറിൽ തീർത്ത് ശരീരം തിരിച്ച് കൈമാറേണ്ടതുണ്ട്. ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതെടുക്കുന്നു. പിന്നെ വിഷവാതകങ്ങൾ മൂലമുള്ള മരണമാണെന്നിരിക്കട്ടെ, കാർബൺ മോണോക്സൈഡ്. അങ്ങനെയാണെങ്കിൽ ശ്വാസകോശത്തിനുള്ളിലുള്ള എയർ, വായു, ആ വായു പുറത്തോട്ട് പോകാത്ത രീതിയിൽ വാക്സ് കൊണ്ട് സീൽ ചെയ്ത്, വാക്സ് പല മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്, സീൽ ചെയ്ത് പരിശോധനയ്ക്ക് എടുക്കുന്നു. അപ്പോൾ ആ വായുവിൽ വിഷവായു ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ അങ്ങനെ സാമ്പിളുകൾ വേണ്ടതെടുക്കുന്നു. ചിലപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചില അസുഖങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ഇനിഷ്യൽ സ്റ്റേജ് ഹാർട്ട് അറ്റാക്ക് തന്നെ നമ്മൾ പറഞ്ഞു. ഹാർട്ട് അറ്റാക്കിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഹൃദയത്തിൻ്റെ മാംസപേശികളിൽ ഹെമറേജ് മാത്രമായിട്ട് കാണപ്പെടാം. അത് 2 മണിക്കൂറിന് മുമ്പാണ് ആ ഹെമറേജ് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാം. അങ്ങനെയുള്ള പല മരണകാരണങ്ങളും എല്ലാ അവയവങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ആ അവയവങ്ങളിൽ നിന്നും ചെറിയ ഒരു ബിറ്റ് ശേഖരിച്ച് ഹിസ്റ്റോപത്തോളജി പരിശോധനയ്ക്ക് അയക്കുന്നു. ഇപ്പോൾ ഹിസ്റ്റോപത്തോളജിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഒരു ക്യാൻസർ ഉണ്ടായാലേ ശരീരത്തിൽ മുഴയുണ്ടായി, ആ മുഴ നമ്മൾ സർജറി ചെയ്തിട്ട് നമ്മൾ നേരെ ഹിസ്റ്റോപത്തോളജി പരിശോധനയ്ക്ക് അയക്കുന്നു. 2 ആഴ്ച കഴിയുമ്പോൾ റിപ്പോർട്ട് വരുന്നു, ആ കുഴപ്പമില്ല, ഇത് ക്യാൻസർ അല്ല, രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയുന്ന അതേ പരിശോധന, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ അതിലൊരു പ്രത്യേക സംശയം നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഡിസീസസ്, പത്തോളജിക്കൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇവിടെ വരുന്നത് വാസ്റ്റാണ്, എന്തും കണ്ടുപിടിക്കണം. ആ രീതിയിൽ എല്ലാ അവയവങ്ങളുടെയും ഒരു സാമ്പിൾ എടുക്കുന്നു, അത് ഹിസ്റ്റോപത്തോളജി പരിശോധനയ്ക്ക് അയക്കുന്നു. ശേഷം എങ്ങനെയാണോ നമ്മൾ തലയോട്ടി തുറന്നത്, ആ തലയോട്ടിക്കുള്ളിൽ തുണിയാണ് നമ്മൾ വെക്കുന്നത്. കാരണം തലച്ചോറ് തിരിച്ചവിടെ വെച്ചാൽ അതൊരു എന്താ പറയുക, ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു ഇതിലായി ആവും. അല്ലെങ്കിൽ അത് തിരിച്ചു വെച്ചുകൊണ്ട് ഈ തലയോട്ടി ഫിക്സ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴത്തേന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുകയും നമ്മുടെ നെറ്റിയുടെ മുകളിൽ ഒരു കട്ടിങ് ഉള്ള പോലെ തോന്നുകയും വളരെ ബുദ്ധിമുട്ടായിരിക്കും കാണുന്നവർക്ക്. അതുകൊണ്ട് നമ്മളവിടെ തുണി തന്നെ നിറയ്ക്കുന്നു. സാധാരണ വെള്ള തുണി തന്നെ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ വെള്ള തുണി നിറയ്ക്കുന്നു, സ്റ്റിച്ച് ചെയ്യുന്നു. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ആ തലയോട്ടി ആ ഫിക്സ്ഡ് ആയിട്ടിരിക്കുകയും നമുക്ക് കണ്ടാൽ അരോചകമല്ലാത്ത രീതിയിലാവുകയും ചെയ്യുന്നു. ഈവൻ ഡീകമ്പോസ് ചെയ്ത ബോഡിയിലൊക്കെ സാധാരണഗതിയിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശരീരം കൊണ്ടുവരുന്നതിനേക്കാളും വളരെയേറെ വൃത്തിയിലാണ് തിരിച്ചു പോകുന്നത്. കാരണം ആ ശരീരത്തിലുള്ള ആ ഡീകമ്പോസിഷൻ ചേഞ്ചസ് എല്ലാം നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പം വെള്ളം അല്ലെ ചീർത്തിരിക്കുന്നതിനുള്ള ഫ്ലൂയിഡ്, വായു ഇതെല്ലാം കളയുമ്പോൾ ബോഡി കുറച്ചുകൂടെ വൃത്തിയാവുന്നുണ്ട്. ഇതിന് ശേഷം ബോഡി തിരിച്ച് കൈമാറുന്നു. ബോഡി തിരിച്ച് കൈമാറുന്നത് പോലീസ് ഓഫീസർക്കാണ്, അത് ബന്ധുക്കൾക്കല്ല. അപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുന്നതും നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചതിന് ശേഷം ഡോക്ടർക്ക് ശരീരം അല്ലെങ്കിൽ ആ വ്യക്തി അവിടെ കൈമാറുന്നതും പരിശോധനയ്ക്ക് ശേഷം തിരിച്ച് ശരീരം കൈപ്പറ്റുന്നതും പോലീസ് ഓഫീസറാണ്. പോലീസ് ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഇതിന് ശേഷം എന്താണ് പരിശോധനയിൽ നമുക്ക് കിട്ടിയത്? ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞതുപോലുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് കുറേ കാര്യങ്ങൾ, പലപ്പോഴും പല കാരണങ്ങളും, മരണകാരണങ്ങൾ കണ്ടുപിടിക്കാൻ വളരെയേറെ സഹായകമാകുന്ന, ചിലപ്പോൾ ക്രൈം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും കണ്ടുപിടിക്കാൻ വളരെ സഹായകമാകുന്ന ഒരു പ്രൊസീജിയറാണ്. ഉദാഹരണമായിട്ട് ഞാൻ റെസിഡൻസി ചെയ്യുന്ന സമയം, PG ചെയ്യുന്ന സമയം, ഒരു 2ാം വർഷം. അപ്പോൾ എൻ്റെ സീനിയർ, പുള്ളി അന്ന് പെർമനൻറ്റ് സ്റ്റാഫ് കൂടാണ്, ലെക്ചറായിട്ട് കയറിയ ആളാണ്. അദ്ദേഹം ഒരു പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യുന്നു. ഏതോ അസുഖം മൂലം മരിച്ചത് എന്നാണ് ഇൻക്വസ്റ്റിൽ വന്നത്, പോലീസ് ഇൻക്വസ്റ്റിൽ വന്നത്. അപ്പോൾ എക്സ്റ്റേണൽ എക്സാമിനേഷനിൽ അതെ എന്തെങ്കിലും അസുഖമായിരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു. ഞാനാണ് ഇദ്ദേഹത്തെ സഹായിക്കുന്നത്. അദ്ദേഹം ചെയ്യുമ്പോൾ ഞാനാണ് ഇത് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അസ്വാഭാവികമായിട്ടൊന്നുമില്ല, റിബ്സിന് പരിക്കൊന്നുമില്ല. സ്റ്റേണം എടുത്തപ്പോൾ ഇടതുവശത്തെ ചെസ്റ്റ് ക്യാവിറ്റിയിൽ നിറയെ ബ്ലഡാണ്. അപ്പോൾ അത് വളരെ അൺയൂഷ്വലാണ്. സാധാരണഗതിയിൽ
അങ്ങനെ വരേണ്ട ഒരു സാഹചര്യമില്ല. നമ്മൾ മനസ്സിലാക്കിയത് വെച്ചും ആ ശരീരത്തിൻ്റെ പോസ്റ്റ്മോർട്ടം പരിശോധന ആരംഭിച്ചത് വെച്ചും അതുവരെ നമ്മൾ പരിക്കുകളൊന്നും കണ്ടിട്ടില്ല, ഹിസ്റ്ററിയിലൊന്നും കാണുന്നില്ല, കുഴഞ്ഞു വീണ് മരിച്ചതായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഹിസ്റ്ററി. വീണ്ടും ഉള്ളിലേക്ക് പരിശോധന നടത്തുമ്പോൾ ശ്വാസകോശത്തിൽ ചെറിയൊരു മുറിവുണ്ട്. ചെറിയൊരു മുറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂചി കൊണ്ട് മുറിഞ്ഞ പോലെ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ അത് ഒത്തിരി ആഴത്തിലേക്ക് കടന്ന് ശ്വാസകോശം തുളച്ച് ഹൃദയത്തിൽ കയറിയിരിക്കുന്നു. ആ മുറിവ് ഒരു ശ്രദ്ധയോടെയുള്ള ഒരു പരിശോധനയിലൂടെ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ അത് കുറച്ച് നാളുകൾക്ക് ശേഷം എങ്ങനെയാണെന്ന് കണ്ടെത്തി. ഇദ്ദേഹത്തിനോട് വിരോധമുള്ള വേറൊരാൾ, അദ്ദേഹം ഈ ചെരുപ്പ് കുത്തുന്ന ആളായിരുന്നു. ആൾ ഈ കുടയുടെ കമ്പിയില്ലേ, ആ കമ്പി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചതിൽ വെച്ച് മരിച്ചതാണ്. അത് ഏതാണ്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അറിഞ്ഞു. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം പരിശോധന നടന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ സ്വാഭാവിക മരണമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടാം. ആദ്യം നമ്മൾ ചിന്തിച്ചതുപോലെ ഈ ബോഡി ഇവിടെ കിടക്കുന്ന എത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്താൽ പോലെ എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവിടെ ഒരു ക്രൈം നടന്നത് അറിയാതെ പോകുന്നു. ആ മരിച്ച വ്യക്തിക്ക് കിട്ടേണ്ട നീതി ലഭിക്കില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ആദ്യം പറഞ്ഞതുപോലെ CRPC 40 ക്ലോസ് 4 പ്രകാരം അസ്വാഭാവികമായ മരണങ്ങളുണ്ടെന്ന് തോന്നുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സംശയം ജനിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഒരു ശവശരീരം കാണുകയോ ശവശരീരത്തിൻ്റെ ഭാഗങ്ങളോ തിരിച്ചറിയാത്ത ശവശരീരമോ ഉണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കുക എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. പോസ്റ്റ്മോർട്ടം പരിശോധന വേണോ എന്ന് അവർ തീരുമാനിക്കട്ടെ. ശേഷം പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഏതാണ്ട് കവർ ചെയ്തു. മരണകാരണം കണ്ടുപിടിക്കുക, 2 മരണസമയം കണ്ടുപിടിക്കുക. അത് പോസ്റ്റ്മോർട്ടം ചേഞ്ചസിലൂടെയാണ്. മൃതശരീരത്തിന് മരിച്ചതിന് ശേഷം വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. ശാരീരികമായി ഉണ്ടാകുന്ന വ്യത്യാസങ്ങളിലൂടെ മരിച്ചിട്ട് എത്ര സമയമായി എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് കണ്ടുപിടിക്കുന്നു. അന്വേഷണത്തിന് ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുന്നു. ഇപ്പോൾ ഒരു മൽപ്പിടുത്തത്തിലൂടെ ഒരാൾ മരിച്ചതാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരാളെ കുത്തിക്കൊന്നതാണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ശരീരത്തിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള തെളിവ്, മൽപ്പിടുത്തമുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ നഖത്തിൻ്റെ അടിയിൽ ആരാണോ ആക്രമിച്ചത് അയാളുടെ സ്കിന്നുണ്ടാവാൻ സാധ്യതയുണ്ട്, DNA കിട്ടാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ തമ്മിലൊരു മൽപ്പിടുത്തം ഉണ്ടായി, നമ്മൾ വാശിയേറിയ മൽപ്പിടുത്തമാണ്, നഖം ഉണ്ടെങ്കിൽ നഖത്തിൻ്റെ ഇടയിൽ സ്കിൻ വരില്ലേ, ത്വക്ക് വരാൻ സാധ്യതയുണ്ട്. അവിടുന്ന് ആരാണോ എന്നെ പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചത് ആ ആളുടെ DNA സാമ്പിൾ ലഭിക്കും. ശാസ്ത്രീയമായ തെളിവാണ്, സയൻറ്റിഫിക് തെളിവാണ്. പിന്നെ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടാവില്ല. ഇപ്പോൾ പെരുമ്പാവൂർ കേസിലടക്കം സംഭവിച്ചത് ഒരു തെളിവ് DNA അനാലിസിലൂടെ ലഭിച്ചതാണ്. ചുരിദാറിൽ വന്ന രക്തത്തിൻ്റെ സാമ്പിൾ ഇദ്ദേഹത്തിൻ്റെ ആണെന്ന് തിരിച്ചറിയുകയും അത് കോടതി തന്നെ നിരീക്ഷിക്കുകയും 100% ഉറപ്പുവരുത്തുകയും ചെയ്തു. അത് ഒരാളുടെ വിരലിൻ്റെ കീഴിൽ നിന്ന് കിട്ടിയാൽ. രണ്ടാമത് ഇപ്പോൾ ഒരു കത്തി വെച്ച് കുത്തുന്നു. അപ്പോൾ നമ്മൾ കത്തിയുടെ കഥയൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ കത്തിക്ക് ഉണ്ടാകുന്നതിന് പിന്നിലും കുറച്ച് കഥകളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ടൊത്തിയും കടക്കുന്നില്ല, തീരത്തില്ല. അപ്പം ആ കത്തിയാണോ എന്നറിയാവുന്ന രീതിയിലുള്ള തെളിവുകൾ. ഇപ്പോൾ ചിലപ്പോൾ ആ ഒരറ്റം മാത്രം മൂർച്ചയുള്ള കത്തികളുണ്ട്. നമ്മൾ കൂടുതൽ കറിക്കത്തിയൊക്കെ ഉപയോഗിക്കുന്ന അതാണ്. 2 അറ്റം മൂർച്ചയുള്ള കത്തികളുണ്ട്. അത് നമ്മൾ ഈ മറ്റേ പരിശീലനത്തിനൊക്കെ ആയിട്ട് പലരും ആക്രമണ സാധ്യതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഷോ കാണിക്കുന്ന രീതിയിലുള്ള കത്തികൾ, പിന്നെ വടിവാൾ, അങ്ങനെ കമ്പി വടി, അങ്ങനെ ഒത്തിരി ഉപകരണങ്ങളുണ്ട്. ഇതൊക്കെ ശരീരത്തിലുണ്ടാക്കുന്ന മുറിവുകൾ പല രീതിയിലുള്ളതാണ്. ചിലപ്പോൾ തുരുമ്പടക്കമുള്ള സംഭവങ്ങൾ ശരീരത്തിലുണ്ടാവാം. ചിലപ്പോൾ ഈ കത്തി കുത്തുമ്പോഴുള്ള ഹിൽറ്റിൻ്റെ പാടുണ്ടാകാം. അതെല്ലാം ശേഖരിക്കുക, കൃത്യമായ ഫോട്ടോഗ്രാഫ് എടുക്കുക. ചിലപ്പോൾ സാമ്പിളുകൾ ശേഖരിക്കണമെങ്കിൽ, ഫോറിൻ ബോഡി ഉള്ളത് തിരിച്ചറിയണമെങ്കിൽ അതെടുക്കുക. ഇപ്പോൾ ഒരു വെടിയേറ്റ് മരിക്കുന്നു, തോക്കിൻകുഴലിൽ നിന്നുള്ള വെടിയേറ്റ് മരിക്കുന്നു. അതിൻ്റെ ഡിസ്റ്റൻസ് അടക്കം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എത്ര ദൂരത്തിൽ നിന്നാണ് ഫയർ ചെയ്യുന്നത് എന്നടക്കം നമുക്ക് പരിശോധനയിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. പോസ്റ്റ്മോർട്ടം പരിശോധനയും അതിൻ്റെ അനാലിസിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഈ ബുള്ളറ്റ് എടുക്കണം, ബുള്ളറ്റ് അല്ലെങ്കിൽ പെല്ലറ്റ് എടുക്കണം. ഈ തോക്കിൽ നിന്നാണ് ഇത് വരുന്നത് എന്ന് തെളിയിക്കണം. എങ്കിൽ മാത്രമേ ആ തോക്ക് ഉപയോഗിച്ച ആൾ കുറ്റവാളിയാണ് എന്ന് കോടതിയുടെ മുമ്പിൽ തെളിയിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ തെളിവുകൾ ശേഖരിക്കുക. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ രാസപരിശോധനയ്ക്കായിട്ടും ഹിസ്റ്റോപത്തോളജി പരിശോധനയ്ക്കായിട്ടും ആവശ്യമുള്ള തെളിവുകൾ ശേഖരിക്കുക. ഇതെല്ലാം ചെയ്യുന്നു. ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് 4 കോപ്പികളാണുള്ളത്. ആ കോപ്പികൾ നമ്മൾ എങ്ങോട്ടാണ് അയക്കുന്നത്? ഒന്നാമത്തെ കോപ്പി കോടതി, 2 പോലീസ് ഉദ്യോഗസ്ഥന്, ആരാണോ ഈ കേസ് അന്വേഷിക്കണം അദ്ദേഹത്തിന്. 3-ാമത്തെ കോപ്പി ബന്ധുക്കൾക്കുള്ളതാണ്. പക്ഷേ ബന്ധുക്കൾക്ക് അത് കൊടുക്കുന്നതിന് ചില നിയമപരമായ തടസ്സങ്ങളുണ്ട്. തടസ്സങ്ങളെന്ന് പറയുന്നത് തടസ്സങ്ങളല്ല, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ NOC, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതാരാണിത് മേടിക്കുന്നത്? വേറെ ടെക്നിക്കൽ നിയമപരമായ വശങ്ങളിലൂടെ NOC മേടിച്ചു കഴിഞ്ഞാൽ അത് ഏത് സ്ഥലത്താണ് പോസ്റ്റ്മോർട്ടം പരിശോധന നടന്നത് അവിടുന്ന് തന്നെ അതിൻ്റെ ഒരു കോപ്പി കിട്ടുന്നു. 4-ാമത്തെ കോപ്പി ഓഫീസ് കോപ്പിയായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, നാളെ എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിന് പോലും പ്രയോജനം കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഓഫീസ് കോപ്പി നമ്മൾ ചെയ്യുന്നത് നമുക്ക് നാളെ ഈ ബാക്കി ഫയലുകളെല്ലാം പോയി ഏതാണ് കൊടുത്തതെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ഓഫീസിൽ വേണ്ടതാണ്. നേരത്തെ കോട്ടയത്ത് മരിച്ച ഒരു സിസ്റ്ററുടെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് CBI അന്വേഷണം നടക്കുന്നു. CBI ഫയലെല്ലാം കൊണ്ടുപോയി. പിന്നെ പോലീസ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഫയലില്ല ഡിപ്പാർട്ട്മെൻറ്റിൽ, ഫയൽ പോലീസിൻ്റെ ഇല്ല, ഓഫീസ് കോപ്പി ഇല്ല. അതിൻ്റെ പേരിൽ വലിയ വാർത്തകൾ നടന്നായിരുന്നു. ഒത്തിരി വാർത്തകളൊക്കെ വന്നു. അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫയൽ കാണുന്നില്ല,
CBI കസ്റ്റഡിയിലിരിക്കുന്ന ഫയലാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷിക്കുന്നത്. അപ്പോൾ ഓഫീസ് കോപ്പി ഒരു കോപ്പി വെച്ച് വിട്ടായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പാളിച്ചയായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ഓക്കെ, ഫൈൻ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ്. നമ്മൾ എന്താണോ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് അത് കോടതിയെ ബോധിപ്പിക്കുന്നു. ഈ അന്വേഷണത്തിൻ്റെ അവസാനം കോടതിയിൽ ട്രയൽ നടക്കുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫോറൻസിക് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഒരു സയൻറ്റിഫിക് പേഴ്സണാണ്, ശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം വാദിയെയോ പ്രതിയെയോ സഹായിക്കേണ്ടതോ ഉപദ്രവിക്കേണ്ടതോ ആയിട്ടുള്ള, എതിർത്തോ അനുകൂലിച്ചോ സംസാരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അദ്ദേഹം സയൻസിൻ്റെ വക്താവാണ്. അദ്ദേഹം പരിശോധനയിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കുക. അത് ആർക്കെതിരായാലും ആർക്കനുകൂലമായാലും അതിൽ യാതൊരു രീതിയിലുമുള്ള വീഴ്ചയുടെ ആവശ്യം അതിൻ്റെ സാഹചര്യം ഉണ്ടാകരുത്. ആ സാഹചര്യം ഉണ്ടായാൽ തോൽക്കുന്നത് സയൻസാണ്. പിന്നെ എപ്പോഴുമുള്ള ഒരു ആരോപണത്തെയും കൂടെ പറഞ്ഞു തീർത്തുകൊണ്ട് ഞാൻ നിർത്താം. ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ആരോപണങ്ങളിലൊന്ന്, PG ഡോക്ടർ പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്ത് മൊത്തം തെളിവുകൾ നശിപ്പിച്ചു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ 24 മണിക്കൂറും അത്യാഹിത വിഭാഗത്തിലും ICUവിലും അല്ലെങ്കിൽ ലേബർ റൂമിലും ഒക്കെ ജോലി ചെയ്യുന്ന ഈ റെസിഡൻറ്റ് ഡോക്ടർമാരാണ്. കേരളത്തിൽ നടക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന 50%-ലധികം പോസ്റ്റ്മോർട്ടം പരിശോധനകൾ നടത്തുന്നത് റെസിഡൻറ്റ് ഡോക്ടർമാരാണ്, PG ഡോക്ടർമാർ. ചിലർ PG വിദ്യാർത്ഥികൾ എന്ന് പറയും. അവർ ഒരേ സമയം വിദ്യാർത്ഥികളും താൽക്കാലിക ജീവനക്കാരുമാണ്. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് പോസ്റ്റ്മോർട്ടം പരിശോധന ആർക്കൊക്കെ ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കണം. സർക്കാർ അംഗീകരിച്ച സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക്, കേരളത്തിലെ വിവരങ്ങൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം, ആ ഡോക്ടർമാർ TCMCയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. സിവിൽ സർജൻ എന്നുള്ളൊരു ടീമും അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ മാൻ എന്നുള്ള ടീമുമാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പോലും വ്യക്തമായിട്ട് നമ്മളത് ഡിഫൈൻ ചെയ്താൽ TCMC രജിസ്ട്രേഷനുള്ള MBBS യോഗ്യതയുള്ള സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് ആർക്കും അവിടെ ഫോറൻസിക് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ PG ചെയ്യുന്നയാൾ തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം പരിശോധന നടത്താൻ നിയമപരമായിട്ട് അധികാരമുണ്ട്, അതിലൊരു തെറ്റില്ല. മാത്രമല്ല, ഇങ്ങനെ നിരന്തരമായ പരിശോധനകളിലൂടെ മാത്രമേ 3 വർഷം കഴിയുമ്പോൾ ഇവരൊരു എക്സ്പെർട്ട് ആവുന്നുള്ളൂ. ഒരു ഡിഗ്രി കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് എക്സ്പെർട്ട് ആവണമെങ്കിൽ നിരന്തരമായിട്ട് ഈ പ്രക്രിയയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കണം. ഞാൻ ഏതാണ്ടൊരു 650-700 പോസ്റ്റ്മോർട്ടം പരിശോധന കഴിഞ്ഞിട്ടാണ് ഞാൻ പരീക്ഷ എഴുതുന്നത്, അവസാന വർഷ പരീക്ഷ എഴുതുന്നത്, PG. അപ്പം ഞാനത് ചെയ്യുന്നത് ഈ സർക്കാർ ഉത്തരവിൻ്റെ ബലത്തിലാണ്. പെരുമ്പാവൂർ കേസിൽ വിവാദമുണ്ടായിരുന്നു. PG ഡോക്ടർ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയെന്നായിരുന്നു വിവാദം. ശരിയാണ്, 2 ടീം ഓഫ് ഡോക്ടേഴ്സ് ആയിരുന്നു, 2 പേരാണ് പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയത്. ചില കേസുകളിൽ പോലീസ് അങ്ങനെ ആവശ്യപ്പെടും, ഡോക്ടർമാരുടെ സംഘം പരിശോധന നടത്തണം. അങ്ങനെയുള്ള കേസുകളിൽ സംഘം ചേർന്ന് തന്നെ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തും. അതിൽ 2 പേരുണ്ടായിരുന്നു, ഒരാൾ അസോസിയേറ്റ് പ്രൊഫസറായിരുന്നു, രണ്ടാമത്തെ ആൾ PG ആയിരുന്നു. പക്ഷേ വിവാദം ഇത് മാത്രമേ ഉള്ളൂ. തലയോട്ടിയിൽ തുണി നിറച്ചിരിക്കുന്നു എന്നുള്ള വിവാദം വരുന്നത് പോലെ തന്നെ വിവാദം വരണമെങ്കിൽ PG ഡോക്ടർ മാത്രം പരിശോധന നടത്തി PG ഡോക്ടർക്കൊന്നും അറിയില്ല എന്നുള്ള സ്ഥാപിക്കേണ്ട ഒരു രീതിയുണ്ട്. അത് എന്താ പറയുക, വിവാദമാക്കുന്ന തലക്കെട്ടുകളിലൂടെ മാധ്യമങ്ങളിലുണ്ടാകുന്ന തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ ജനങ്ങൾ നമുക്കെതിരാകുന്നു. അങ്ങനെ ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറേണ്ടതുണ്ട്. കേരളത്തിൽ പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യാൻ അനുവാദമുള്ളത് എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും, ഇപ്പം പാരിപ്പള്ളിയിൽ തുടങ്ങിയിട്ടില്ല, ബാക്കിയുള്ള എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജിലും ഉണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിൽ, സഹകരണ മെഡിക്കൽ കോളേജിൽ, അമൃത മെഡിക്കൽ കോളേജിൽ മാത്രമാണ് സർക്കാർ ഇതര സ്ഥാപനത്തിൽ പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യാൻ അനുവാദമുള്ളൂ. വേറെ കേരളത്തിൽ ഒരു സ്ഥലത്തും സർക്കാർ ഇതര സ്ഥാപനത്തിൽ പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യാൻ അനുവാദമില്ല. സൗകര്യങ്ങളുള്ള ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികളിൽ ഇത്ര സ്ഥലങ്ങളിലാണ് പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യാവുന്നത്. പിന്നെയുള്ള വിവാദങ്ങൾ, പകൽ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്താവുള്ളൂ, രാത്രി നടത്തരുത്, അങ്ങനെയുള്ള അതിലേക്കൊക്കെ ഞാൻ മുമ്പോട്ട് പോകണോ? സമയം ഒത്തിരി അതിക്രമിച്ചിരിക്കുന്നു. അടുത്ത ചർച്ചയിലേക്ക് കിടക്കേണ്ടതുണ്ട്. മുമ്പോട്ട് പോകേണ്ടതുണ്ടോ? അത് പറയേണ്ടതുണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഈ തലയോട്ടിക്കുള്ളിൽ തുണിയാണ്. പോസ്റ്റ്മോർട്ടം പരിശോധന കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ തലയോട്ടിക്കുള്ളിൽ തുണിയാണ് ഉണ്ടാവേണ്ടത്. അതുപോലെ അവയവങ്ങളെല്ലാം ഡിസെക്റ്റ് ചെയ്തിരിക്കണം. പക്ഷേ ഇങ്ങനല്ലാതെ ചില കേസുകൾ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്തിട്ടുണ്ട്. റീപോസ്റ്റ്മോർട്ടം പരിശോധന എന്ന പേരിൽ വന്ന ചില കേസുകളിൽ ഇവിടെ നിന്ന് കീഴ്ത്താടി മുതൽ താഴോട്ടുള്ള ഒരു ഇൻസിഷൻ മാത്രം ഉണ്ടാവുകയും അത് സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുകയും എന്നാൽ ആന്തരാവയവങ്ങളിലൊന്നും പരിശോധന നടത്താതിരിക്കുന്ന സാഹചര്യവും, എനിക്ക് തോന്നുന്നത് കേരളത്തിന് വെളിയിൽ നിന്ന് വന്ന ഒരു ബോഡിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇങ്ങനെയും പരിശോധനകൾ നടന്നിട്ടുണ്ട്. അത് അധാർമികമാണ്. ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരങ്ങനെ ചെയ്യാൻ പാടില്ല. ഉത്തരവാദിത്തമുള്ള ഒരു സയൻറ്റിഫിക് പേഴ്സൺ എന്നുള്ള നിലയിലും ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലും
ഒരു ഡോക്ടർ അത് ചെയ്യാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ പലപ്പോഴും കൊള്ളി വെക്കാമെന്ന് പറയില്ല. അതായത് എവിടെയാണ് കൊള്ളി വെക്കുന്നത്? തലയുടെ വശത്താണ്. ബ്രെയിൻ അവിടെ ഇല്ല. മസ്തിഷ്കം എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നെഞ്ചിൻ്റെയും വയറിൻ്റെയും അറയ്ക്കുള്ളിലാണ്, തലയ്ക്കുള്ളിലല്ല. പലപ്പോഴും ഈ അവസ്ഥയിലും, അതായത് എന്താ പറയുക, സയൻസ് ഇത്രയും വളർന്ന ഈ അവസ്ഥയിലും, ഓരോ ദിവസം തോറും ആധുനിക വൈദ്യശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലും ക്യാൻസർ വരുമ്പോൾ, ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന രോഗങ്ങളുള്ള അവസ്ഥയുള്ളപ്പോൾ കുറുക്കുവഴികൾ തേടിപ്പോകുന്ന ആൾക്കാരുടെ തലയിൽ തുണിയാണോ എന്ന് ചിന്തിക്കേണ്ട സാഹചര്യമുണ്ട്. അത് ചിന്തിച്ചുകൊണ്ട് ഞങ്ങളെ വെറുതെ വിടുക. ആരെ? തുണി നിറച്ച തലയോട്ടി ഉണ്ടായ എന്നെ വെറുതെ വിടുക എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. സാധാരണഗതിയിൽ ഒരു മണിക്കൂറാണ് എടുക്കുക. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് 1 മണിക്കൂറിന് മുകളിൽ പോവാം. 3 മണിക്കൂർ വരെയാണ് നമുക്കൊരു അപ്പർ ലിമിറ്റായിട്ട് കരുതപ്പെടുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫയർ ആം ഇഞ്ചുറി, അതായത് തോക്കിൽ നിന്നുള്ള വെടികൊണ്ട് മരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ഈ പെല്ലറ്റൊക്കെ ആണെങ്കിൽ 50-60 പെല്ലറ്റൊക്കെയാണ്. ഞങ്ങൾ ചെയ്ത പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ 48 പെല്ലറ്റൊക്കെ നമ്മൾ എണ്ണി എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ്. ആദ്യം നമ്മൾ എക്സ്റേ എടുക്കുന്നു, എക്സ്റേയിൽ പെല്ലറ്റ് എത്ര ഉണ്ടെന്ന് നോക്കുന്നു, ആ പെല്ലറ്റുകളെല്ലാം ബോഡി നമ്മൾ കളക്ട് ചെയ്യണം, മിസ്സാവാൻ പാടില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഈ 1 മണിക്കൂർ എന്നുള്ളത് 2-3 മണിക്കൂർ എടുക്കാം. 3 മണിക്കൂറിൽ അങ്ങനെ പോകാറില്ല. 2 രീതിയിൽ അതിൻ്റെ കാരണങ്ങൾ പറയാം. ഒന്ന്, നിയമപരമായിട്ട് എന്താണ്? ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പകൽ മാത്രമാണ് പോസ്റ്റ്മോർട്ടം പരിശോധനകൾ ചെയ്യാൻ അനുവാദം. കേരളത്തിൽ മാത്രം 2015 ഒരു സർക്കാർ ഉത്തരവുണ്ടാവുകയും രാത്രികാല പോസ്റ്റ്മോർട്ടം പരിശോധനകൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത കേസുകളിൽ, സംശയമില്ലാത്ത കേസുകളിൽ മാത്രം രാത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാം എന്നായിരുന്നു ആ ഉത്തരവ്. പക്ഷേ അത് കേരള ഹൈക്കോടതി ആ ഉത്തരവ് സ്റ്റേ ചെയ്തു. അതാണ് നിയമപരമായിട്ട് കേരളത്തിൽ സംഭവിച്ചത്. ഇനി എന്താണ് സയൻസിൻ്റെ പക്ഷം എന്ന് പറഞ്ഞാൽ, മരണകാരണം കണ്ടുപിടിക്കുക, മരണസമയം കണ്ടുപിടിക്കുക. ഇതാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ ലക്ഷ്യം. അപ്പോൾ ഒരു മുറിവുണ്ടെന്നിരിക്കട്ടെ, ഒരു 3-4 ദിവസം മുമ്പ് പറ്റിയ മുറിവ്, അല്ലെങ്കിൽ 10-15 ദിവസം മുമ്പ് പറ്റിയ മുറിവ്. ഈ മുറിവ് എന്നാണ് പറ്റിയത്, എന്നാണ് ഈ മുറിവ് സംഭവിച്ചത്, പരിക്ക് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. അത് കണ്ടുപിടിക്കുന്നത് മുറിവിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടിട്ടാണ്. അപ്പോൾ ഒരു ഉരവലിൻ്റെ ആദ്യത്തെ ദിവസം നമുക്കറിയാം, നമ്മൾ ഉരഞ്ഞു കഴിഞ്ഞാൽ നല്ല ചുമന്നിരിക്കും ഇല്ലേ? 2-ാമത്തെ ദിവസം അത് കറുപ്പല്ലെങ്കിൽ നീല പോലെ ആകും. 3-ാമത്തെ ദിവസം അത് ബ്രൗൺ ആകും. ഒരു 4-5 ദിവസം കൊണ്ട് ആ പൊറ്റനങ്ങ് പൊളിഞ്ഞു പോകും. അവിടെ ഒരു ഹൈപ്പോപിഗ്മെൻറ്റഡ് സ്കാർ ആകും. ആ സ്കാർ 15 അല്ലെങ്കിൽ ഒരു 20 ദിവസം കൊണ്ട് അതങ്ങ് മാറും, നോർമൽ ടെക്സ്ചറിലേക്ക് എത്തുന്നു. അപ്പം എന്താണോ ഈ മുറിവിൻ്റെ പഴക്കം, ആ പഴക്കം കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ അത് അന്വേഷണത്തിൽ വളരെ ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചുമല, നീല അല്ലെങ്കിൽ ബ്രൗൺ, ഈ നിറങ്ങൾ നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂര്യപ്രകാശത്തിലാണ്. ഈ സൂര്യപ്രകാശം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചോദിക്കുന്നത്, ഈ അടച്ചിട്ട മുറിയിലാണോ നിങ്ങൾ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുന്നത്, അവിടെ എങ്ങനെ സൂര്യപ്രകാശം ലഭിക്കും എന്നൊരു ചോദ്യവും വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ രാത്രിയിൽ കൃത്രിമ വെളിച്ചം കൊണ്ട് മാത്രം കിട്ടുന്നതിനേക്കാളും വളരെ ഗുണകരമായിരിക്കും ജനലിൽ കൂടുള്ള പ്രകാശത്തിലൂടെ പോലും നമുക്ക് കണ്ടാൽ. അതായത് നമ്മളിപ്പോൾ ഒരു ജൗളിക്കടയിൽ കയറുന്നു, തുണിക്കടയിൽ കയറുന്നു, നമ്മൾ അവിടെ വെച്ച് കാണുന്ന ഒരു കളറായിരിക്കില്ല പുറത്തിറങ്ങുമ്പോൾ സംഭവിക്കുന്നത്. ഇത് മരണം നടന്നിട്ട് എത്ര സമയമായി എന്ന് കണ്ടുപിടിക്കുന്നതിലും പ്രധാനമാണ്. ഡീകമ്പോസിഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ അത് വളരെ പ്രധാനമാണ്. അപ്പം ഈ പകൽ നടത്തുന്നതാണ് കൂടുതൽ അഭികാമ്യം. വ്യക്തിപരമായിട്ട് എന്നോട് ചോദിച്ചാൽ ഇതൊരു എമർജൻസി പ്രോസസ്സ് ആണോ അല്ലയോ എന്നുള്ളത് ഡിബേറ്റബിൾ ആണ്. പക്ഷേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് എക്സ്റ്റൻഷനോ ടൈം എക്സ്റ്റൻഷനോ ഒക്കെ ആവും ഗുണകരമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കൺവിൻസ്ഡ് ആണോ? അത് കൂടുതലും കുറേ കാര്യങ്ങളൂടെ ഉണ്ട്. ഇപ്പോൾ ചതവിൻ്റെ കാര്യമാണെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയാം. ഫസ്റ്റ് അത് ചുമന്നായിരിക്കും, പിന്നെ നീല, ബ്രൗണ്, ഗ്രീൻ, അതിനുശേഷം മഞ്ഞ. ഈ കളറെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഈ പരിക്കിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പകൽ നടത്തുന്നതാണ് കൂടുതൽ നല്ലതെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. മീൻസ് നമ്മൾ ശാസ്ത്രീയമായിട്ട് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. മരണസമയം കൃത്യമായി എങ്ങനെ പറയും? എസൻഷ്യ 2017 ഈ വിഷയമായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. കൃത്യമെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ പറയുക. ഞാൻ ഒത്തിരി വിശദമായിട്ട് അതിലേക്ക് കിടക്കുന്നില്ല, കാരണം ആ പ്രസൻറ്റേഷൻ ഓൾമോസ്റ്റ് അരമണിക്കൂർ കൊണ്ട് വിശദമായിട്ട് പറഞ്ഞ വിഷയം ഇതാണ്. അത് ഒരു 2 മണിക്കൂർ കൊണ്ട് ശരീരത്തിൽ റൈഗർ മോർട്ടിസ് ഉണ്ടാകാൻ തുടങ്ങും. അതായത് ശരീരത്തിലെ മസിലുകളും ജോയിൻറ്റുകളും എല്ലാം സ്റ്റിഫാകും. അത് 2 മണിക്കൂറിൽ സ്റ്റിഫാകുന്നത് മുഖം, കഴുത്ത് എന്നീ 2 ഭാഗങ്ങളാണ്. അവിടെ നിന്ന് കൈകാലുകളിലേക്ക് എത്തുമ്പോഴത്തേന് 4 മണിക്കൂർ ഏതാണ്ട്.
കാലുകളിൽ റൈഗർ മോട്ടിസ് ഫിക്സ് ആകണമെങ്കിൽ, സെറ്റ് ആകണമെങ്കിൽ 8 മണിക്കൂർ. ഈ റൈഗർ മോട്ടിസ് ശരീരത്തിൽ നിന്ന് പോകാൻ തുടങ്ങും, ജീർണിക്കാൻ തുടങ്ങുമ്പോൾ 18 മണിക്കൂറിന് ശേഷം തലയിൽ നിന്നും ഇത് പോയി തുടങ്ങുന്നു, തലയിൽ നിന്ന് കഴുത്തിൽ നിന്നും പോയി തുടങ്ങുന്നു. അതിനുശേഷം കൈകാലുകൾ, അങ്ങനെ ഏതാണ്ട് ഒരു 48 മണിക്കൂറിലെ തണുപ്പ് കാലങ്ങളിലാണെങ്കിൽ 72 മണിക്കൂർ കൊണ്ട് ശരീരത്തിൽ നിന്ന് റൈഗർ മോട്ടിസ് മൊത്തം പോകുന്നു. അപ്പം ഈ ഇൻ്റർവെൽ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, പല കാരണങ്ങളുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. റൈഗർ മോട്ടിസിൻ്റെ കാര്യം എസൻഷ്യ 2017 കൃത്യമായിട്ട് ഈ വിവരങ്ങൾ വിശദമായി അവതരിപ്പിച്ചിട്ടുണ്ട്, ചിത്രങ്ങൾ സഹിതം. പരിശോധനയിൽ മരണകാരണം മനസ്സിലായാൽ തുടർ പരിശോധന നടത്തുമോ? പരിശോധനയിൽ നമുക്ക് മരണകാരണം കിട്ടുന്നു, എന്നാൽ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചില സാമ്പിളുകൾ ശേഖരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പരിശോധനയ്ക്ക് ശേഖരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ശേഖരിക്കും. ആവശ്യപ്പെടുന്ന അന്വേഷണത്തെ സഹായിക്കേണ്ട എന്തെങ്കിലും എവിഡൻസ് കളക്ട് ചെയ്യണം, അല്ലെ കൂടുതൽ പരിശോധനയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ അതെല്ലാം ശേഖരിച്ചു കൊടുക്കും. മരണകാരണം കണ്ടുപിടിച്ചാൽ പോലും. മുറിച്ചെടുത്ത തലയോട്ടിയും എല്ലുകളും എങ്ങനെയാണ് റീഫിറ്റ് ചെയ്യുന്നത്? തലയോട്ടി ഹാർഡായ വസ്തുവല്ലേ, പിന്നെന്തിനാണ് അതിനുള്ളിൽ തുണി നിറയ്ക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. അതായത് തലയോട്ടി നമ്മൾ രണ്ടായിട്ട് മുറിക്കുന്നു. ഇപ്പോൾ ഒരു പന്ത് ഫുട്ബോൾ നമ്മൾ രണ്ടായിട്ട് മുറിക്കുന്നു എന്ന് കരുതുക. ഫുട്ബോളിന് നല്ല കട്ടിയുണ്ട് എന്ന് കരുതുക. അകത്തൊന്നും ഇല്ലെങ്കിൽ ഈ 2 ഫ്ലാപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവും. അപ്പോൾ നമ്മൾ മുഖത്തോട്ട് നോക്കുമ്പോൾ ആ നെറ്റിയുടെ ഫ്രണ്ടിൽ നല്ലൊരു കട്ടിങ് കാണാം, ഒരു ഗട്ടർ പോലെ കാണും. അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് കാണാനും അത്ര കാണാൻ അത്ര സുഖകരമായിരിക്കില്ല. പിന്നെ റീഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പം ഓൾറെഡി പറഞ്ഞത്. തലയോട്ടിയാണെങ്കിൽ തുണി നിറച്ചിട്ട് തലയോട്ടിയുടെ റിമൂവ് ചെയ്ത ഭാഗം തിരിച്ചു വെക്കുന്നു. അതിനുശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട സ്കിൻ ഫ്ലാപ്പ് ഉണ്ടല്ലോ, സ്കാൽപ്പ് ഉണ്ടല്ലോ, ആ ഭാഗം പരസ്പരം തുന്നി ചേർക്കുന്നു. വയറിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആന്തരാവയവങ്ങളെല്ലാം ഇടുമ്പോൾ ആ ക്യാവിറ്റി ഫില്ലാകുന്നു. ക്യാവിറ്റി ഫില്ലായതിന് ശേഷം നമ്മൾ മുറിച്ചെടുത്ത ഒരേ ഒരു എല്ലേ ഉള്ളൂ. വാരിയെല്ലിൽ നിന്നും സ്റ്റേണം മുറിച്ചെടുത്തു. ആ സ്റ്റേണം ആ നടുക്ക് തന്നെ ഫിക്സ് ചെയ്യുന്നു. 2 വശത്തു നിന്നും ത്വക്ക് 2 വശത്തു നിന്ന് ചേർത്ത് വെച്ച് തുന്നുന്നു. ആ ചിത്രം ഞാൻ കാണിച്ചിരുന്നു. അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് അല്ല നമ്മുടെ പോസ്റ്റ്മോർട്ടം രീതി എന്ന് പറഞ്ഞു. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒത്തിരി സമയം പോകുന്നതാണ്, എങ്കിലും തലയോട്ടി പൊട്ടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇതില്ലാതെ പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യാം. പല വിദേശ രാജ്യങ്ങളിലും വിർട്ടോപ്സി എന്നൊരു ടെക്നിക്കുണ്ട്. വിർട്ടോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരീരം ഓപ്പൺ ചെയ്യുന്നില്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പകരം ശരീരം സകല സ്കാൻ ചെയ്യുന്നു. MRI അല്ലെ CT സ്കാൻ പോലുള്ള ഏറ്റവും കൂടുതൽ ഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്കാൻ ചെയ്യുന്നു. അങ്ങനെ സ്കാൻ ചെയ്യുന്നതിലൂടെ ഹെമറേജുകളും പരിക്കുകളും കണ്ടെത്തുന്നു. രാസപരിശോധനയ്ക്ക് ശേഖരിക്കേണ്ട ഭാഗങ്ങൾ മാത്രം ശേഖരിച്ച് രാസപരിശോധന നടത്തുന്നു. ഇങ്ങനെ നമുക്ക് ആധുനികമാക്കാം. എന്നാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ വിവരിച്ച രീതിയിലാണ്. അതിൽ തന്നെ വളരെ ഇപ്പോൾ തലയോട്ടി പൊട്ടിക്കുന്ന രീതിയിൽ അടക്കം നമുക്ക് കുറച്ചുകൂടെയൊക്കെ മുമ്പോട്ട് പോകാവുന്നതാണ്. അതുകൊണ്ടാണ് ആധുനികമല്ല എന്ന രീതിയിൽ ഞാൻ പറഞ്ഞത്. ഈ ഒരാളുടെ പേര് വെച്ചാണ് എഴുതിയിരിക്കുന്നത്, എനിക്ക് ആ പേര് പറയാൻ നിർവാഹമില്ല. ഒരു കേസിൽ എന്താണ് നടന്നത് എന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാമോ? ദയവായി ക്ഷമിക്കണം, എനിക്ക് ഈ സാഹചര്യത്തിൽ അത് ഒരു കേസിനെക്കുറിച്ച് പർട്ടിക്കുലറായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, അത് ബോധിപ്പിക്കേണ്ടത് കോടതിയെയും അന്വേഷണോദ്യോഗസ്ഥനെയുമാണ്. ഇതിൻ്റെ ഭാഗമല്ല ഞാൻ. എനിക്ക് കേസിൽ കോടതി വിധി മാത്രമേ അറിയുള്ളൂ. ഞാൻ ഹൈക്കോടതി വിധിയും സുപ്രീം കോടതി വിധിയും സെഷൻസ് കോർട്ട് വിധിയും വായിച്ചിട്ടുണ്ട്. അത് അവലോകനം ചെയ്യാവുന്നുള്ളത് മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. അതല്ലാതെ എന്താണ് സംഭവിച്ചതെന്ന് പറയാനുള്ള അറിവും എനിക്കില്ല, ക്ഷമിക്കണം. ഒരു മരണം നടന്ന ശേഷം ആ ശവശരീരം കൊണ്ട് സമൂഹത്തിൽ പ്രയോജനം ലഭിക്കുന്ന വിധത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ആ ശവശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് മറ്റുള്ളവർ മാറ്റിവെക്കുവാൻ സാധിക്കുമോ? എങ്കിൽ എന്തൊക്കെ അവയവങ്ങൾ? ശവശരീരം മുഴുവനായി ഏതെങ്കിലും കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താമോ? മേൽപ്പറഞ്ഞവ സാധ്യമല്ലെങ്കിൽ ഒരു ശവശരീരം എൻവയോൺമെൻറ്റിന് ദോഷകരമല്ലാത്ത വിധത്തിൽ സംസ്കരിക്കേണ്ടത് എങ്ങനെ? ദഹിപ്പിക്കുകയോ കുഴിച്ചിടുകയോ അതോ വേറെ ഏതെങ്കിലും മാർഗമോ? ഒന്ന്, ഈ ചോദ്യം ആരാണ് ചോദിച്ചതെന്ന് ഇതിൽ എഴുതിയിട്ടില്ല. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചോദ്യം കണ്ടതിൽ. കാരണം അവയവദാനത്തെക്കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണകൾ പുലർത്തുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. വഴിയിൽ കൂടെ നടന്നു പോകുന്ന ഒരാളെ വണ്ടി ഇടിച്ചിട്ടിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് പ്ലാൻ ചെയ്യുന്നു എന്നുള്ള സന്ദേശങ്ങൾ പോലും സർവ്വവിജ്ഞാനകോശമായ വാട്സാപ്പിലൂടെ പ്രചരിച്ച് പ്രചരിപ്പിക്കുന്ന തെറ്റായ ധാരണകൾക്ക് മുകളിൽ ഓരോ ഇമേജുകൾ ബിൽഡപ്പ് ചെയ്ത് അവയവദാനം ഏറ്റവും കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം വന്നതിൽ ചോദ്യകർത്താവ് ആരായാലും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. പറ്റുമെങ്കിൽ ഒന്ന് കൈവക്കുക, കയ്യടി അർഹിക്കുന്നുണ്ട്. വളരെ വളരെ നല്ലത്. പേരെങ്ങനെയാണ്? ശ്രീകുമാറിൻ്റെ ചോദ്യം സമൂഹത്തോടുള്ള ചോദ്യമാണ്. ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. 2010-12 കാലഘട്ടത്തിൽ അവയവദാനം ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കുറച്ച് മരണാനന്തര അവയവദാനം നടന്ന വർഷമാണ് 2017. അതിനൊറ്റ കാരണമേ ഉള്ളൂ, വാട്സാപ്പ് സർവ്വവിജ്ഞാനകോശത്തിലൂടെ പടർന്നു പിടിക്കുന്ന ഈ സന്ദേശങ്ങൾ. രണ്ടാമത് ചില കേസുകളുണ്ടായതിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു. കാരണം കേരളത്തിൽ മാത്രം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കുറച്ചുകൂടി ശക്തമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ തീരില്ല, വേറൊരു പ്രസൻറ്റേഷനായിട്ട് തന്നെ അവതരിപ്പിക്കേണ്ടതാണ്. അവയവങ്ങൾ ഹൃദയം മാറ്റിവെക്കാം, ശ്വാസകോശം മാറ്റിവെക്കാം,
പാൻക്രിയാസ് മാറ്റിവെക്കാം, ചെറുകുടൽ മാറ്റിവെക്കാം, കിഡ്നി മാറ്റിവെക്കാം. ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു പക്ഷേ കണ്ണായിരിക്കും, കണ്ണ് കിഡ്നിയുമായിരിക്കും, വൃക്കകൾ. അങ്ങനെ ഏതവയവും കത്തിച്ച് കളഞ്ഞതോ അല്ലെങ്കിൽ കുഴിച്ചിടുന്നതോ ആയ ഈ ശരീരത്തിൽ നിന്നും മറ്റൊരാൾക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ എന്തെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ ഉപയോഗിക്കുക തന്നെ വേണം. അതാണ് മാനവികത, അതാണ് ശാസ്ത്രീയം, അതാണ് സയൻറ്റിഫിക്. മുഴുവനായി എന്തൊക്കെ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താമോ? തീർച്ചയായും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് കടാവർ ആവശ്യമുണ്ട്. മെഡിക്കൽ വിദ്യാർത്ഥികൾ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നത് അനാട്ടമിയിലാണ് തുടങ്ങുന്നത്. അനാട്ടമിയിൽ ശരീരശാസ്ത്രം പഠിക്കുന്നു. അത് ഡിസെക്ട് ചെയ്ത്, ആദ്യം ഞാൻ പറഞ്ഞല്ലോ, തലകറങ്ങി വീഴുന്ന കഥ പറഞ്ഞല്ലോ. അപ്പോൾ ഡിസെക്ട് ചെയ്ത് അവർക്കത് പഠിക്കാനായിട്ട് ശരീരം ആവശ്യമുണ്ട്. പലപ്പോഴും നിരവധി കോളുകൾ വരുന്നുണ്ട്. ഒരു മാസത്തിൽ 2-3 കോൾ വരെ എങ്ങനെയാണ് ശരീരം അനാട്ടമിക്ക് കൊടുക്കേണ്ടത്, അതിൻ്റെ പ്രൊസീജിയർ അടക്കം ഒന്നുകൂടെ വിശദീകരിക്കേണ്ടതുണ്ട്. ഒരു ഫോമുണ്ട്, എല്ലാ മെഡിക്കൽ കോളേജിലും അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഫോമുണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് അനാട്ടമി വിഭാഗം തലവന് കൊടുക്കുക. ആ ഫോമിൽ അടുത്ത ബന്ധുക്കൾ ഒപ്പിടേണ്ടതുണ്ട്. മരണം സംഭവിക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് ശരീരം സ്വീകരിക്കും. ആധുനിക വൈദ്യശാസ്ത്ര വിദ്യാഭ്യാസത്തിന് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അത് വളരെ ഉപകാരപ്രദമാണ്. ശവശരീരം ദോഷകരമല്ലാത്ത വിധത്തിൽ സംസ്കരിക്കേണ്ടത് എങ്ങനെയെന്ന് ഒരു ചോദ്യം. ദഹിപ്പിക്കുകയോ? വ്യക്തിപരമായ അഭിപ്രായം പറയാം, ദഹിപ്പിക്കുന്നതിന് ഞാൻ എതിരാണ്. കാരണം അത് ഒരു പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ഉണ്ടാക്കുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. കുഴിച്ചിടുകയാണെങ്കിൽ അത് നാളെ വളമായി മാറും. അല്ലെങ്കിൽ ഞാൻ ഒരു ഡീകമ്പോസിഷനിലൂടെ ജൈവസമ്പത്ത് വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നു. അത് ശാസ്ത്രീയമാണോ സയൻറ്റിഫിക് ആണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ധാരണ ഇതാണ്. Being a Robin Cook Nost fan, just curious to know the most challenging case that you came across. ഞാൻ എസൻഷ്യ 2017 പറഞ്ഞത് തന്നെ, ചലഞ്ചിങ് ആയിട്ട് ഒത്തിരി കേസുകളുണ്ട്. അതായത് സ്വാഭാവിക മരണമാണ് എന്ന് വരുന്ന കേസ് മർഡർ ആവുന്നത്, മർഡറാണ് എന്ന് പറയുന്ന കേസ് മർഡർ അല്ല എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ചലഞ്ചിങ് ആയിട്ട് ഒത്തിരി കേസുകളുണ്ട്. പക്ഷേ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഒരു കേസാണ്, കുറച്ച് കേസുകളാണ്. ആ കേസിൽ ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ് എസൻഷ്യ 2017 പ്രസൻറ്റ് ചെയ്തത്. അത് ഹോമം നടത്തിയതിലൂടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ പോസ്റ്റ്മോർട്ടമായിരുന്നു. അത് ആ പ്രസൻറ്റേഷനിൽ വിശദമായിട്ടുണ്ട്. പകലും രാത്രിയും ചെയ്യുന്ന പോസ്റ്റ്മോർട്ടങ്ങൾ വ്യത്യാസമുണ്ടോ? എന്താണ് ഇതിലെ ശാസ്ത്രീയത? പ്രതീഷ് പി. ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യം അത് തന്നെ. രാത്രിയിലാകുമ്പോൾ ലൈറ്റ് ആർട്ടിഫിഷ്യൽ ലൈറ്റാണ്. അപ്പോൾ നമ്മുടെ ഈ കളർ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. അത് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളതാണ്. അതായത് വളരെ ഇരുണ്ട ദിവസങ്ങളിൽ നമ്മൾ ലൈറ്റ് ഇട്ട് ചെയ്യുന്നതും എന്നാൽ കൃത്യമായ രീതിയിൽ ഡിസൈൻ ചെയ്ത പോസ്റ്റ്മോർട്ടം പരിശോധനാ മുറിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കൃത്യമായി ഡിസൈൻ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ചില്ലാണ്. അതായത് നമ്മൾ ഈ കാണുന്നത് പോലുള്ളൊരു ആവരണമല്ല, സൂര്യപ്രകാശം കടക്കാവുന്ന രീതിയിൽ ചില്ലാണ് ഇടുന്നത്. ഇപ്പം പല മെഡിക്കൽ കോളേജിലും അങ്ങനെയല്ല, പുതുതായിട്ട് ഡിസൈൻ ചെയ്യുന്ന പല മെഡിക്കൽ കോളേജിലും, ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ പുതിയ മോർച്ചറി ഉടനടി പണി തീരും, അവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ മോർച്ചറിയിൽ ഞങ്ങൾ ഇതുവരെ ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്ത് അങ്ങനെയല്ല. ചിരിച്ച് മരിക്കുമോ? മരിക്കാം. സീരിയസ് ആയിട്ടും ചിരിച്ച് മരിക്കാൻ സാധ്യതയുണ്ട്. മൃതദേഹം എത്ര നാൾ വരെ കേടുകൂടാതെ സൂക്ഷിക്കാം? ക്രയോജനിക് ഫ്രീസ് ചെയ്ത് ബോഡി വർഷങ്ങളോളം സൂക്ഷിക്കാൻ കഴിയുമെന്ന് പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? എസൻഷ്യ 2017 പ്രസൻറ്റേഷനിൽ വിശദമായിട്ട് എടുത്തതാണ് പോസ്റ്റ്മോർട്ടം ചേഞ്ചസ്. പോസ്റ്റ്മോർട്ടം ചേഞ്ചസ് അറസ്റ്റ് ചെയ്യുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. 4 ഡിഗ്രി സെൽഷ്യസിന് താഴെ ശരീരം സൂക്ഷിച്ചാൽ ശരീരത്തിൽ ജീർണനാവസ്ഥ ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ ജീർണിച്ച അവസ്ഥ എത്രയാണോ അവിടെ വെച്ച് അത് അറസ്റ്റ് ചെയ്യുന്നു, മുമ്പോട്ട് പോകുന്നില്ല. എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം. അതുകൊണ്ടാണ് മഞ്ഞ് നിറഞ്ഞ സ്ഥലങ്ങളിൽ ഇപ്പോഴും ശരീരത്തിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ലാതെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റീപോസ്റ്റ്മോർട്ടം എത്ര കണ്ട് എഫക്റ്റീവാണ്? ഡീകമ്പോസ് ചെയ്ത ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് തെളിവുകൾ സ്വീകരിക്കുന്നത്? വളരെ പ്രസക്തമായ ചോദ്യമാണ്, വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ആദ്യം വിശദീകരിച്ച കാര്യങ്ങളൊന്നും ജീർണിച്ച ശരീരത്തിൽ നിന്ന് ലഭിക്കില്ല, ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഹൃദയമൊക്കെ ഒരു 5 ദിവസം 6 ദിവസം കൊണ്ടത് പൾപ്പിയായി മാറും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പിന്നെ കൊറോണറി ആർട്ടറീസ് ഒക്ലൂഡഡ് ആണോ അടഞ്ഞിരിക്കുവാണോ നമുക്ക് മനസ്സിലാവില്ല. ഹൃദയത്തിൻ്റെ മാംസപേശികൾ കുഴമ്പ് പരുവത്തിലായി കഴിഞ്ഞ് അതിനകത്ത് വ്യത്യാസങ്ങളുണ്ടോ എന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് റീപോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ജീർണിച്ച ശരീരത്തിലെ പോസ്റ്റ്മോർട്ടം പരിശോധന വളരെ ചലഞ്ചിങ്ങാണ്. അത് ഒരു 5 ദിവസം 6 ദിവസമൊക്കെ ആണെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല, നമുക്ക് കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും. അത് എത്ര താമസിക്കുന്നു കണ്ടെത്താനുള്ള സാധ്യതകൾ കുറയും. പക്ഷേ നമുക്ക് കിട്ടുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അസ്ഥിക്ക് ഒടിവ്, അങ്ങനെ പരിക്കുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ തലയോട്ടിക്ക് പൊട്ടലുണ്ടെന്ന് വിചാരിക്കുക, ജീർണിച്ച ബോഡിയാണ്, അത് നമുക്ക് മനസ്സിലാവും. ഓക്കെ. 2, രാസപരിശോധനയിലൂടെ ശരീരത്തിൽ വിഷാംശം കലർന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഈ 2 കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വീണ്ടും നമ്മൾ വളരേണ്ടിയിരിക്കുന്നു, സയൻസ് വളരേണ്ടിയിരിക്കുന്നു. ഫോറൻസിക് അനാട്ടമി എൻറ്റമോളജി എത്രമാത്രം സഹായകരമാണ്? കെമിക്കൽ അനാലിസിസിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരാനുള്ള കാലതാമസം എത്ര? അത് വരുന്ന ചാനൽ ഏത്? ഒന്ന്, ഫോറൻസിക് എൻറ്റമോളജി എത്രമാത്രം സഹായകരമാണ്? വളരെ വളരെ വലിയൊരു ടോപ്പിക്കാണ്, വളരെ ഉപകാരപ്രദമാണ്. മരണശേഷം എത്ര സമയമായി എന്ന് തിരിച്ചറിയുന്നതിന് ഫോറൻസിക് എൻറ്റമോളജി വളരെ ഉപകാരപ്പെടും. ഈച്ചകൾ നമ്മൾ മരണം നടന്ന അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ മുട്ടയിടും. അധികം താമസമൊന്നുമില്ല, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ലൈവ് അല്ലാത്ത ഒബ്ജക്റ്റിൽ അവരാണ് നമ്മളെ ആദ്യം സഹായിക്കുന്നത് ഡീകമ്പോസിഷന് വേണ്ടിയിട്ട്. അപ്പം ആ മുട്ട വിരിയുന്ന സമയം, അത് മാഗറ്റ്സ് ഉണ്ടാകുന്നത്, അവിടെ നിന്ന് പ്യൂപ്പ, ഇതിനെല്ലാം ഒരു പാറ്റേൺ ഉണ്ട്.
കൃത്യമായ സ്പീഷീസ് അനുസരിച്ച് കൃത്യമായ സമയവ്യത്യാസമുണ്ട്. ഈ സമയവ്യത്യാസത്തിലൂടെ മരണം സംഭവിച്ചിട്ട് എത്ര നേരമായി എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. കെമിക്കൽ അനാലിസിസിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരാനുള്ള കാലതാമസം. ഞാൻ 2011 ഫോറൻസിക് മെഡിസിൻ റെസിഡൻസി ആരംഭിക്കുന്നത്. 2011 ചെയ്ത കേസുകളുടെ റിപ്പോർട്ട് ഇപ്പോഴും കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല, പക്ഷേ അതാണ് സത്യം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് 4 മാസം 5 മാസം കൊണ്ട് റിപ്പോർട്ട് വരുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ജോലി വിട്ടിട്ട് 2 മാസം കഴിഞ്ഞു. അതുകൊണ്ട് കറണ്ട് സ്റ്റാറ്റസ് ഞാൻ പറയുന്നില്ല. സാധാരണ ഇപ്പോഴും 4 മാസം 6 മാസമാണ് ഡിലേ. അത് നമ്മൾ ഏത് ചാനലിലാണോ അയക്കുന്നത് ആ ചാനലിലൂടെ തന്നെയാണ് തിരിച്ചു വരുന്നത്. നമ്മൾ അയക്കുന്നത് 3 സ്ഥലത്തേക്കാണ്. 1 തിരുവനന്തപുരം ചീഫ് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി, 2 അസിസ്റ്റൻറ്റ് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി കാക്കനാട്, 3 കോഴിക്കോട് അസിസ്റ്റൻറ്റ് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി. അത് ത്രൂ HOD വകുപ്പ് മേധാവി മുഖേനയാണ് നമ്മൾ അയക്കുന്നത്. അവിടുന്ന് ഫലം വകുപ്പ് മേധാവിക്ക് അയച്ചു തരും ത്രൂ പ്രോപ്പർ ചാനൽ. ശവശരീരത്തിൻ്റെ ദുർഗന്ധം എങ്ങനെ തരണം ചെയ്യാം? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആ മരണകാരണം കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റാർക്കും അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം വിശദീകരിച്ചത് തന്നെ. അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ വക്താവ് എന്നുള്ള നിലയിൽ, സയൻസിൻ്റെ വക്താവ് എന്നുള്ള നിലയിൽ, ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യുന്നയാളുടെ ഉത്തരവാദിത്തമാണ് മരണകാരണം കണ്ടുപിടിക്കുക എന്നുള്ളത്. ആ വലിയ ഉത്തരവാദിത്തത്തിൻ്റെ മുമ്പിൽ കുറച്ച് സ്മെല്ല് അത് ഞങ്ങൾ കാര്യമാക്കില്ല. ഇതിന് ഞങ്ങൾ മദ്യപിക്കത്തൊന്നുമില്ല. അതൊക്കെ വളരെ വലിയ തെറ്റിദ്ധാരണയാണ്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ 2 അടിച്ചിട്ടല്ലേടാ കയറുന്നതെന്ന്. അപ്പോൾ അങ്ങനല്ല. ഞാൻ ഇത്ര നാളിനിടയിൽ ഒരാൾ മദ്യപിച്ച് പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചോദിക്കുന്ന, നിങ്ങളുടെ അവിടെ ലേഡീസ് PGs ഒക്കെ ഇല്ലേ, അവരൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഇപ്പോഴത്തെ ജോയിൻറ്റ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ JDME ഫോറൻസിക് മെഡിസിനാണ്. ഏറ്റവും കൂടുതൽ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും ഇപ്പോൾ. വളരെ പ്രഗത്ഭയായ പലരുമുണ്ട്. ഡോക്ടർ ഷേർലി വാസു, ഇങ്ങനെയുള്ള ആൾക്കാർ ലേഡീസ്. അപ്പോൾ ആർക്കും ഒന്നുമില്ല. ഞങ്ങളുടെ ഉത്തരവാദിത്വ ബോധമാണ്. നിങ്ങൾ ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ഉത്തരവാദിത്വത്തോടെയാണോ ആ ജോലിയിൽ മുഴുകുന്നത്, അതുപോലെ ഞങ്ങളുടെ ഉത്തരവാദിത്വ ബോധത്തോടെ, സത്യസന്ധതയോടെ, ആ സത്യസന്ധതയോടെ ആണ് ഞങ്ങൾ ആ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഒരു ചിന്ത ഞങ്ങൾക്കുണ്ടാവുന്നില്ല. ആകെ ഉണ്ടാകുന്നത്, എനിക്കുണ്ടായൊരു വിഷമം ഞാൻ പറഞ്ഞത് ഇതാണ്, ചില കേസുകൾ നമ്മളെ വേട്ടയാടും, അത്രേ ഉള്ളൂ. പാഴ്സി മതക്കാർ മൃതദേഹം മറ്റും ജീവികൾക്ക് ഭക്ഷിക്കാൻ നൽകും, അതിനാകുമോ? ഏറ്റവും പൊല്യൂഷൻ ഫ്രീ മെത്തേഡ് ഫോർ ഡിസ്പോസിങ് ഏതാണ്? ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞതാണ്. മതജാതി രീതികളിലേക്ക് കാര്യമായി യോജിപ്പില്ലാത്ത വ്യക്തിയാണ് ഞാൻ. നമ്മളേവരും അങ്ങനെയാണ്. അപ്പം അവർ അങ്ങനെ ചെയ്തെങ്കിൽ എന്താ പറയുക, ലെറ്റ് ദം ഡു. അത് കുറച്ച് പക്ഷികൾക്ക് ആഹാരമാകുന്നെങ്കിൽ നല്ലത് തന്നെ. റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ എത്ര നാളുകൾക്ക് ശേഷം വരെ സാധിക്കും? എസൻഷ്യയിൽ പറയുന്ന ഓരോ അവയവങ്ങളുടെയും ഡീകമ്പോസിഷൻ ടൈം അതിനുശേഷം എങ്ങനെ സാധിക്കും? റീപോസ്റ്റ്മോർട്ടം പരിശോധന എന്ന് പറയുന്നത് നിയമപരമായ ഒരു വസ്തുതയാണ്. റീപോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് മജിസ്ട്രേറ്റ് ഉത്തരവിട്ട് കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും ചെയ്യേണ്ടിയിരിക്കുന്നു. 10 വർഷം കഴിഞ്ഞാലും 20 വർഷം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും ചെയ്യേണ്ടിയിരിക്കുന്നു. അതാണ് നിയമം. ഓരോ അവയവങ്ങളുടെയും ഡീകമ്പോസിഷൻ ടൈം ഇപ്പോൾ തീരുന്ന വിഷയമല്ല. ആ പ്രസൻറ്റേഷനിൽ കുറേയൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തുടങ്ങി ഒരിക്കലും തീരാത്ത വിഷയമാണ്. ദയവായി അത് വായിക്കാമോ? ചോദ്യം ആരാണ് അയച്ചതെന്നറിയില്ല. ചലച്ചിത്ര താരം കലാഭവൻ മണിയുടെ മരണകാരണം ഇതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്തത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എല്ലാ പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ ഫലങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ രാസപരിശോധനയ്ക്കും ആന്തരാവയവ പരിശോധനയ്ക്കും ഹിസ്റ്റോപതോളജിക്കായിട്ട് സാമ്പിളുകൾ ശേഖരിക്കുന്നു. അപ്പം ആദ്യം ഒരു ഒബ്സ്കർ ഓട്ടോപ്സിയിലൂടെ നമുക്ക് ഫലം വന്നു. അവിടെ നമ്മൾ ഈ സാമ്പിളുകൾ അയച്ചു കഴിഞ്ഞ് നമുക്ക് സാമ്പിളുകളിലൂടെ റിസൾട്ട് തിരിച്ചു വരുന്നു. ചിലപ്പോൾ ഈ സാഹചര്യത്തിലും പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെ മരണകാരണം കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരാം. പ്രത്യേകിച്ചും ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള കേസുകളിൽ. ഇപ്പം നമ്മൾ ഈ ചോദ്യങ്ങളിലൂടെ കടന്ന പോലെ ജീർണിച്ച ശരീരങ്ങളിൽ ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരാം. ജീർണിക്കാത്ത ചില കേസുകളിലും വരാം. കാരണം ഇപ്പോൾ ഒരു വൈറൽ ഫീവർ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ, എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്, നമുക്ക് മരണശേഷം രക്തപരിശോധനയിലൂടെയോ ശരീരപരിശോധനയിലൂടെയോ മരണകാരണം കണ്ടെത്താൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ചില ക്രൈമുകളിലടക്കം സംഭവിക്കാവുന്ന കാര്യങ്ങളുണ്ട്. അതിവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പം അത് സയൻസിൻ്റെ ലിമിറ്റേഷനാണ്. ആ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കണം. നെഗറ്റീവ് ഓട്ടോപ്സികൾ ഉണ്ടാകാത്തൊരു സാഹചര്യം ഒരു നല്ല നാളെ അതാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ നിർത്താമല്ലോ അല്ലേ? എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരു കാര്യം കൂടി, ഈ ചിത്രങ്ങൾ സ്ലൈഡുകളിൽ വരച്ചത് എൻ്റെ ഒരു സുഹൃത്താണ്, അഭിലാഷ് ചാക്കോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് നന്ദി പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിനും നന്ദി അറിയിക്കുന്നു. സ്പെഷ്യൽ താങ്ക്സ് ടു അഭിലാഷ് ചാക്കോ. താങ്ക് യു.